ടീച്ചർ ഓക്കെ അല്ലേ? കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടം കമ്പ്യൂട്ടേഷന്റെ 4th ലെക്ചറാണ്. ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചേഞ്ച് ഓഫ് ബേസിസ് എന്ന ഒരു ഐഡിയ ആണ്. അപ്പം ആദ്യം അതിനു മുമ്പേ നമുക്ക് കോമ്പാക്റ്റബിൾ ആൻഡ് ഇൻകോമ്പാക്റ്റബിൾ ഒബ്സർവേഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പം ആദ്യം കമ്മ്യൂട്ടേറ്റർ. കമ്മ്യൂട്ടറുടെ ബ്രാക്കറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ, അതായത് കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു ബ്രാക്കറ്റ് ഉണ്ട്. ഇതാണ് കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് എന്ന് പറയുന്നത്. ഈ ബ്രാക്കറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിനെ വായിക്കേണ്ടത് കമ്മ്യൂട്ടേറ്റർ എ ബി എന്നുള്ളതാണ്. കമ്മ്യൂട്ടേറ്റർ എ ബി ഇസ് ഈക്വൽ ടു എ ബി മൈനസ് ബി എ. അതായത് ഈ ഒരു ബ്രാക്കറ്റിനകത്ത് എ കോമ ബി എന്നുള്ള 2 വേരിയബിൾ വെച്ചിട്ടാണ് കാണിക്കാറുള്ളത് കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ്. അതുകൊണ്ട് മീൻ ചെയ്യുന്നത് അതിനകത്തുള്ള വേരിയബിൾ എ ബി മൈനസ് ബി, അതായത് ഓർഡർ രണ്ടും തിരിച്ച് എഴുതിയിട്ട് സബ്ട്രാക്ട് ചെയ്യുന്ന ഇതാണ്. ഈ രീതിയിലാണ് കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി മറ്റൊരു ബ്രാക്കറ്റ് ആണ് ആന്റി കമ്മ്യൂട്ടേറ്റർ. ആന്റി കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത് നേരത്തെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ആയിരുന്നു. ആന്റി കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത് ഒരു കേളി ബ്രാക്കറ്റ് ആണ്. അത് ഡിഫൈൻ ചെയ്യുന്നത് ആ ബ്രാക്കറ്റിനകത്ത് 2 വേരിയബിൾ വെച്ചാൽ നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആന്റി കമ്മ്യൂട്ടേറ്റർ എ ബി ഈക്വൽ ടു എ ബി പ്ലസ് ബി എ. അതായത് ഇവിടെ മൈനസിന് പകരം പ്ലസ് ആക്കിയാൽ അത് ആന്റി കമ്മ്യൂട്ടേറ്റർ ആണ്. ഇത് വരുന്നത് സ്ക്വയർ ബ്രാക്കറ്റിനകത്തുള്ളത് കമ്മ്യൂട്ടേറ്റർ ആണ്. ആ കേസിൽ മൈനസ്, ആന്റി കമ്മ്യൂട്ടേറ്ററിന്റെ കേസിൽ പ്ലസ്. ഈ രീതിയിലാണ് ഈ ബ്രാക്കറ്റ് വരുന്നത്. ഇനി ഒബ്സർവേഴ്സ് എ ആൻഡ് ബി ആർ ഡിഫൈൻഡ് ടു ബി കോമ്പാക്റ്റബിൾ വെൻ ദി കറസ്പോണ്ടിങ് ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ട്. അതായത് 2 ഒബ്സർവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഒബ്സർവേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫിസിക്കലി മെഷറബിൾ ക്വാണ്ടിറ്റീസിനെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഒബ്സർവേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ 2 ഒബ്സർവേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കോമ്പാക്റ്റബിൾ ആണെന്ന് പറയണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് എന്താവണം? കമ്മ്യൂട്ട് ആയിരിക്കണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഒബ്സർവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കലി മെഷറബിൾ ക്വാണ്ടിറ്റീസ് ആണ്. ഓരോ ഫിസിക്കൽ മെഷറബിൾ ക്വാണ്ടിറ്റീസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹെർമിഷൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു ഫിസിക്കലി മെഷറബിൾ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും. ആ ഓപ്പറേറ്റേഴ്സ് എന്താണ്? കമ്മ്യൂട്ട്. അതിനെ കോമ്പാക്റ്റബിൾ ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ ഓപ്പറേറ്റേഴ്സ് എന്താവണം? കമ്മ്യൂട്ട് ചെയ്യണം. കമ്മ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ ഈ കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് ഈക്വൽ ടു 0, അതായത് കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എ ബി മൈനസ് ബി എ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എ ബി ഈക്വൽ ടു ബി എ. അതായത് എ ബി ഈക്വൽ ടു ബി എ വരുന്ന കേസിലാണ് എന്ത്? കമ്മ്യൂട്ട് ചെയ്യുക എന്നുള്ളത് പറയുന്നത്. അതായത് ഇതിന്റെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. 2 ഓപ്പറേറ്റർ ഏത് രീതിയിൽ ആക്ട് ചെയ്താലും പ്രശ്നമല്ല. അതായത് എ ബി ഈക്വൽ ടു ബി എ, അതാണ് എന്തെന്ന് പറയുന്നത്? കമ്മ്യൂട്ടിംഗ് എന്ന് പറയുന്ന ഐഡിയ. അപ്പോൾ ജനറലി നിങ്ങൾക്കറിയാം, 2 മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ എ ബിയും ബി എയും എന്തല്ല? ഈക്വൽ അല്ല. നമ്മൾ സാധാരണ നമ്പേഴ്സ് ആണെങ്കിൽ 2 × 3 ഈക്വൽ ടു 3 × 2, അത് ഇതാണ് കമ്മ്യൂട്ടിംഗ് ആണ്. പക്ഷെ ഓപ്പറേറ്റേഴ്സ് എന്തല്ല? കമ്മ്യൂട്ടിംഗ് അല്ല. അപ്പൊ അങ്ങനെ ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് പറയാന്ന് വെച്ചാൽ ഈ 2 ഒബ്സർവേഴ്സിനെയും കോമ്പാക്റ്റബിൾ ഒബ്സർവേഴ്സ് എന്ന് പറയാം. അപ്പൊ ഇതിന് വളരെ സിഗ്നിഫിക്കൻസ് ഉണ്ട് ക്വാണ്ടം മെക്കാനിക്സിൽ, ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ടിംഗ്, നോൺ കമ്മ്യൂട്ടിംഗ് എന്ന് പറയുന്നതിൽ. അപ്പൊ നമുക്ക് അതിന് എക്സാമ്പിൾസ് നോക്കാം കമ്മ്യൂട്ട് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിന്. അതായത് എക്സ് കോമ വൈ, ഇതൊരു പെയർ ഓഫ് ഒബ്സർവേഴ്സ് ആണ്. ഇത് കമ്മ്യൂട്ടിംഗ് ഒബ്സർവേഴ്സ് ആണ്. അതായത് എക്സ് വൈ ഈക്വൽ ടു വൈ എക്സ്, അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും. പി എക്സ് പി വൈ, ഇത് കമ്മ്യൂട്ടിംഗ് ആണ്. ഓർഡറിന് ഇമ്പോർട്ടൻസ് ഇല്ല. എക്സ് പി വൈ, അതായത് ഒരു പൊസിഷന്റെ കറസ്പോണ്ടിങ് അല്ല, എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ് അല്ല, വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റും. അതായത് ഒരു പൊസിഷനും വേറെ ഏതെങ്കിലും ഡയറക്ഷനിലെ മൊമെന്റും, അത് കമ്മ്യൂട്ടിംഗ് ഒബ്സർവേഴ്സ് ആണ്. പിന്നെ എക്സ് സ്ക്വയർ എസ് എക്സ്, അതായത് സ്പിന്നിന്റെ സ്ക്വയറും സ്ക്വയർ വാല്യൂവും പിന്നെ അതിന്റെ സ്പിന്നിന്റെ ഒരു കമ്പോണന്റും. ഇതൊക്കെ എന്താണ്? കമ്മ്യൂട്ടിംഗ് ഒബ്സർവേഴ്സ് ആണ്, കമ്മ്യൂട്ടിംഗ് പെയർ ആണ്. എപ്പോഴും കമ്മ്യൂട്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്? 2 ഒബ്സർവേഴ്സിനെ വെച്ചിട്ടാണ് പറയാറുള്ളത്. ഓക്കെ, ഇനി ഒബ്സർവേഴ്സ് എ ആൻഡ് ബി ആർ ഇൻകോമ്പാക്റ്റബിൾ വെൻ ദി കറസ്പോണ്ടിങ് ഓപ്പറേറ്റേഴ്സ് ഡു നോട്ട് കമ്മ്യൂട്ട്. അതായത് 2 ഒബ്സർവേഴ്സ് ഉണ്ട്, അത് കമ്മ്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ അത്തരം ഒബ്സർവേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻകോമ്പാക്റ്റബിൾ എന്ന് പറയുന്നത്. അപ്പോൾ എ ബി നോട്ട് ഈക്വൽ ടു 0 വരുന്ന കേസിൽ നമുക്ക് എന്ത് പറയാം? എയും ബിയും ഇൻകോമ്പാക്റ്റബിൾ ഒബ്സർവേഴ്സ് എന്ന് പറയാം. അതായത് നമുക്ക് എക്സാമ്പിൾ ആയിട്ടുള്ളത് എക്സ് പി എക്സ്, അതായത് പൊസിഷൻ മൊമെന്റോ. നിങ്ങൾ പൊസിഷൻ മൊമെന്റത്തിന്റെ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എക്സ് കമ്മ്യൂട്ടേറ്റർ എക്സ് പി എക്സ് എന്ന് പറയുന്നത് എന്തല്ല? നോട്ട് ഈക്വൽ ടു 0 അല്ല, ഐ എച്ച് ക്രോസ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ആണ്. അതുപോലെ എസ് എക്സ് എസ് വൈ, ജെ എക്സ് ജെ വൈ, ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ സ്പിന്നിന്റെ 2 കമ്പോണന്റുകൾ എന്താണ്? കമ്മ്യൂട്ട് ചെയ്യില്ല. അതായത് എക്സ് എക്സ് എസ് വൈ നോട്ട് ഈക്വൽ ടു എസ് വൈ എസ് എക്സ് എന്നുള്ള രീതിയിലാണ്. ബാക്കിയുള്ള നേരത്തെ കോമ്പാക്റ്റബിൾ ഒബ്സർവേഴ്സിന്റെ കേസിലുള്ള പെയർ ഓഫ് ഒബ്സർവേഴ്സ് എന്താണ്? കമ്മ്യൂട്ടിംഗ് ആണ്. ഇവിടെ
അല്ല, ഇത് നോൺ കമ്മ്യൂട്ടിംഗ് ആണ്. അപ്പൊ ഇത് അത്തരം ഒബ്സർവേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻകോമ്പാക്റ്റബിൾ ഒബ്സർവേഴ്സ് എന്ന് പറയുന്നത്. ഇനി if A and B are two commuting Hermitian operators, then there exists a basis of common eigenvectors that diagonalize them both. അതായത് നമുക്ക് എയും ബിയും എന്താണ്, രണ്ട് കമ്മ്യൂട്ടിംഗ് ഹെർമിഷൻ ഓപ്പറേറ്റേഴ്സ് ആണ്, കമ്മ്യൂട്ട് ചെയ്യുന്ന ഹെർമിഷൻ ഓപ്പറേറ്റേഴ്സ് ആണ്. അതായത് കമ്മ്യൂട്ടേറ്റർ എ ബി 0 ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ആണ്. then there exists a basis of common eigenvectors that diagonalize them both. അതായത് രണ്ട് കമ്മ്യൂട്ടീവ് ഓപ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും എന്ന് വെച്ചാൽ ഒരു കോമൺ ഐഗൻ വെക്ടേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അതായത് രണ്ടിനും കോമൺ ആയിട്ട് ഒരു സെറ്റ് ഓഫ് ഐഗൻ വെക്ടേഴ്സ് ഉണ്ടാവും. ആ ഐഗൻ വെക്ടേഴ്സിൽ എന്തായിരിക്കും, ഈ രണ്ട് ഓപ്പറേറ്ററും ഡയഗണൽ ഫോമിലായിരിക്കും ഉണ്ടാവുന്നത്. അതായത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മെട്രിക്സ് റെപ്രസെന്റേഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഓപ്പറേറ്റർ അതിന്റെ തന്നെ ഐഗൻ ബേസിസിൽ എന്താണ്, ഡയഗണൽ ഫോമിലായിരിക്കും. ജനറലി ഒരു ഓപ്പറേറ്റർ ഏതെങ്കിലും ഒരു ബേസിസിൽ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് അത് ഡയഗണൽ ഫോമിൽ ആവണം എന്നില്ല. അതായത് എക്സ് എന്ന് പറയുന്നത് എയുടെ ഐഗൻ ബേസിസിൽ എക്സ്പ്രസ് ചെയ്ത സമയത്ത് ഓഫ് ഡയഗണൽ ടേംസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എ എന്ന് പറയുന്നത് എയുടെ തന്നെ ഐഗൻ ബേസിസിൽ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അതെന്തായിരുന്നു, ഡയഗണൽ ആണ്. അതായത് ഏതൊരു ഓപ്പറേറ്ററും അതിന്റെ തന്നെ ഐഗൻ ബേസിസിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഡയഗണൽ ആയിരിക്കും. ഇനിയിപ്പം കമ്മ്യൂട്ടിംഗ് ആണെങ്കിൽ രണ്ട് ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ടിംഗ് ആകുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും കമ്മ്യൂട്ടിംഗ് ആണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് ഒരു സെറ്റ് ഓഫ് ഐഗൻ വെക്ടേഴ്സ് ഉണ്ടാവും. അതിൽ രണ്ടും ഡയഗണൽ ആയിരിക്കും. കാരണം അത് നമ്മൾ ഈ രീതിയിലാണ് കാണിക്കുന്നത്. അതായത് സപ്പോസ് എ ആൻഡ് ബി ആർ ഇൻകോമ്പാക്റ്റബിൾ ഒബ്സർവേഴ്സ് ആൻഡ് ഐഗൻ വാല്യൂസ് ഓഫ് എ ആർ നോൺ ഡീജനറേറ്റ്, ദെൻ ഇൻ ദി സൈമൾട്ടേനിയസ് ഐഗൻ ബേസിസ് ഓഫ് എ ആൻഡ് ബി ആർ ഡയഗണൽ മെട്രിസസ്. അതായത് എയും ബിയും ഒരു കോമ്പാക്റ്റബിൾ ഒബ്സർവേഴ്സ് ആണ്, അതായത് അവ തമ്മിൽ കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഐഗൻ വെക്ടേഴ്സോ പിന്നെ കൂടാതെ ഐഗൻ വാല്യൂസ് ഓഫ് എ ആർ നോൺ ഡീജനറേറ്റ്. എ എന്ന് പറയുന്ന ഓപ്പറേറ്ററിന്റെ ഐഗൻ വാല്യൂസ് നോൺ ഡീജനറേറ്റ് മീൻസ് ഐഗൻ വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. ആ ഒരു കേസ് ആണെങ്കിൽ എന്തുണ്ടാവും വെച്ചാൽ ആ ഒരു കേസിൽ ഒരു സൈമൾട്ടേനിയസ് ഐഗൻ ബേസിസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആ സൈമൾട്ടേനിയസ് ഐഗൻ ബേസിസിൽ എയും ബിയും എന്താണ്, ഡയഗണൽ ഫോമിലായിരിക്കും. അതായത് എയും ബിയും കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ കമ്മ്യൂട്ടിംഗ് ആണെങ്കിൽ എന്തുണ്ടാവും വെച്ചാൽ അവിടെ ഒരു കോമൺ ഐഗൻ ബേസിസ് ഉണ്ടാവും. ആ ഐഗൻ ബേസിസിൽ എന്തായിരിക്കും, എയും ബിയും എന്തായിരിക്കും, ഡയഗണൽ ഫോമിലായിരിക്കും ഉണ്ടാവുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏതൊരു ഓപ്പറേറ്ററും റെപ്രസെന്റ് ചെയ്യുന്നത് മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഏതെങ്കിലും ബേസിസിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എയും ബിയും കമ്മ്യൂട്ടിംഗ് ആണെങ്കിൽ എന്തായിരിക്കും, എയുടെ ഐഗൻ ബേസിസ് തന്നെ എന്തുണ്ടാവും, ഇത് എയുടെ ഐഗൻ ബേസിസിൽ എടുത്താൽ എന്തായാലും അത് ഓട്ടോമാറ്റിക്കലി ഡയഗണൽ ആയിരിക്കും. ബിനെയും എയുടെ ഐഗൻ ബേസിസിൽ എക്സ്പ്രസ് ചെയ്താൽ എന്തായിരിക്കും, ഈ ബിയും എന്തായിരിക്കും, ഡയഗണൽ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കമ്മ്യൂട്ടിംഗ് ഒബ്സർവേഴ്സ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവും, ഏതെങ്കിലും ഒന്നിന്റെ ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിച്ചാൽ മതി, അതിൽ തന്നെ ബീനെ എക്സ്പ്രസ് ചെയ്താൽ എന്തുണ്ടാവും, അതും ഡയഗണൽ ഫോമിലായിരിക്കും കിട്ടുന്നത്. അതാണ് ഐഡിയ. ദാറ്റ് ഈസ് ഗെറ്റ് AI an eigenstate of operator A corresponding to an eigenvalue AI is also an eigenvector of B with eigenvalue BI. അതായത് ഇവിടെ എന്താ ഐഡിയ നമ്മൾ ഉപയോഗിച്ചത് വെച്ചാൽ ഗെറ്റ് AI എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഓപ്പറേറ്ററിന്റെ AI ഐഗൻ വാല്യൂ തരുന്ന ഐഗൻ സ്റ്റേറ്റ് ആണ്. അപ്പൊ അത് തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഓപ്പറേറ്ററിന്റെ BI ഐഗൻ വാല്യൂ തരുന്ന ഐഗൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. Then the simultaneous eigenstate of A and B are represented by. അപ്പോൾ നമുക്ക് എക്കും ബിക്കും എന്തുണ്ട്, സൈമൾട്ടേനിയസ് ഐഗൻ സ്റ്റേറ്റ് ഉണ്ട്. അതിന് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഗെറ്റ് AI ഈക്വൽ ടു ഗെറ്റ് BI ഈക്വൽ ടു ഗെറ്റ് AI കോമ BI. അതായത് ഈ എയുടെ ഐഗൻ വെക്ടർ തന്നെയായിരിക്കും എന്തിന്റെയും ബിന്റെയും ഐഗൻ വെക്ടേഴ്സ്. അതിനെ നമുക്ക് രണ്ട് രീതിയിൽ ലേബൽ ചെയ്യാം. ഒന്ന് എയുടെ ഐഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് എയുടെ ഐഗൻ വാല്യൂസ് എന്താണ്, A1 A2 A3, അത് വെച്ചിട്ടായിരുന്നു എയുടെ ഐഗൻ സ്റ്റേറ്റ് നമ്മൾ കാണിച്ചു കൊണ്ടിരുന്നത്. ബിന്റെ ഐഗൻ വാല്യൂ ആണ് B1 B2 B3. അപ്പൊ അത് ലേബൽ ചെയ്യുന്നത് ഗെറ്റ് BI വെച്ചിട്ടാണ്. അപ്പോൾ ഗെറ്റ് AIയും ഗെറ്റ് BIയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിന് നമുക്ക് വേറെ രീതിയിലൂടെ റെപ്രസെന്റ് ചെയ്യാം, ഗെറ്റ് AI കോമ BI. രണ്ടിന്റെ കൂടി കോമൺ ഐഗൻ വാല്യൂവിന്റെ ടേംസിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതായത് എയും ബിയും കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ ആ കമ്മ്യൂട്ടിംഗ് ആണെങ്കിൽ എന്തായിരിക്കും എന്ന് വെച്ചാൽ അതിനൊരു കോമൺ ഐഗൻ വെക്ടേഴ്സ് ഉണ്ടാവും. ആ ഐഗൻ വെക്ടേഴ്സിൽ രണ്ടും എന്തായിരിക്കും, ഡയഗണൽ ഫോമിലായിരിക്കും. അതായത് എയുടെയും ബിന്റെയും ഐഗൻ വെക്ടേഴ്സ് എന്തായിരിക്കും, സെയിം ആയിരിക്കും എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ അതിന്റെ പ്രൂഫ് ഒന്നും നമ്മൾ ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ അത് എന്തിലുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ബ്രിഡ്ജ് കോഴ്സിന്റെ ലെക്ചറിൽ നമ്മൾ അതിന്റെ പ്രൂഫ് ഒക്കെ എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആവശ്യമുള്ളവർക്ക് അത് നോക്കാവുന്നതാണ്.
ഇനി if and we are compactable observables and eigenvalues of A are degenerate, then then in the eigenbasis of A, operator B is a block diagonal matrix. അതായത് ലാസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു എന്ന് വെച്ചാൽ എയും ബിയും കോമ്പാക്റ്റബിൾ ഒബ്സർവേഴ്സ് ആണ്, എയുടെ ഐഗൻ വാല്യൂസ് നോൺ ഡീജനറേറ്റ് ആണ്. അതായത് ഡിസ്റ്റിങ് ഐഗൻ വാല്യൂസ് ഉണ്ട്, A1 A2 A3 എന്ന് പറയുന്ന ഐഗൻ വാല്യൂസിന് റെപ്പിറ്റേഷൻ വരുന്നില്ല. ആ ഒരു കേസിലാണ് എയും ബിയും ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും എന്ന് വെച്ചാൽ ഡയഗണൽ ഫോമിൽ ഉണ്ടാവുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ എടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ എയും ബിയും കോമ്പാക്റ്റബിൾ ഒബ്സർവേഴ്സ് ആണ്, പക്ഷേ എയുടെ ഐഗൻ വാല്യൂസ് ഡീജനറേറ്റ് ആണ്. ഡീജനറേറ്റ് മീൻസ് ഐഗൻ വാല്യൂ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം A1 എന്ത് വരുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ A2 ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരാം. അങ്ങനെ റിപ്പീറ്റിംഗ് ഐഗൻ വാല്യൂസ്, അതായത് ഐഗൻ വാല്യൂസ് ഓഫ് എ ആർ ഡീജനറേറ്റ്. ആ ഒരു കേസിൽ നമ്മളിപ്പോ എയുടെ ഐഗൻ ബേസിസിൽ എനെ റെപ്രസെന്റ് ചെയ്ത ഐഗൻ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അതൊരു ഡയഗണൽ ഫോമിലായിരിക്കും. ഏതൊരു ഓപ്പറേറ്ററും അതിന്റെ തന്നെ ഐഗൻ ബേസിസിൽ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് അത് ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. ഈ ഐഗൻ ബേസിസിൽ, അതായത് എയുടെ ഐഗൻ ബേസിസിൽ ബീനെ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ബ്ലോക്ക് ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും. ബ്ലോക്ക് ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും, അതായത് ഡയഗണൽ ഫോമിലായിരിക്കും. എക്സാക്ട് ഇതുപോലെ ആയിരിക്കില്ല. ഇവിടെ ഒരു A1 വരുന്ന ഒരു ബ്ലോക്ക് ഉണ്ട്, അതായത് ഇവിടെ ഒരു 2x2 ബ്ലോക്ക് ഉണ്ട്. ഈ 2x2 ബ്ലോക്ക് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ള ഇത്. ഇവിടെ എന്തുണ്ടാവും, ഓഫ് ഡയഗണൽ എൻട്രീസ് ഉണ്ടാവും. പിന്നെ അടുത്ത ഐഗൻ വാല്യൂസ് ഏത് ഡയമെൻഷനിലാണ് എന്ത് വരുന്നത്, ഐഗൻ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു ഡയമെൻഷനിൽ എന്തുണ്ടാവും, ഒരു ബ്ലോക്ക് ഇവിടെ ബിയിൽ ഉണ്ടാവും. ആ രീതിയിൽ ഒരു ബ്ലോക്ക് ഡയഗണൽ മെട്രിക്സ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ബി മെട്രിക്സ് എന്ന് പറയുന്നത്. ഇത് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എയുടെ ഐഗൻ വാല്യൂസ്, അതായത് എയും ബിയും കമ്മ്യൂട്ടിങ്ങും ആണ്. എക്ക് എന്തുണ്ട്, ഡീജനറേറ്റ് ഐഗൻ വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ ആണ് ഈ ഒരു രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. എ എന്തായാലും ഡയഗണൽ ഫോമിലായിരിക്കും, ബി എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ഡയഗണൽ ഫോമിലായിരിക്കും വരുന്നത്. അപ്പോൾ കമ്മ്യൂട്ടിംഗ് ആണെങ്കിൽ രണ്ട് കേസാണ്. ഒന്ന് എന്താണ്, എയും ബിയും കംപ്ലീറ്റ്ലി ഡയഗണൽ. അത് വരുന്ന എപ്പോഴാണ്, എയുടെ ഐഗൻ വാല്യൂസ് എന്ത് ചെയ്യുന്നു, നോൺ ഡീജനറേറ്റ് ആവുന്ന കേസിലാണ് ഈ ഒരു കാര്യം വരുന്നത്. ഇനി ബിയുടെ പിന്നെ അടുത്ത കേസിൽ എയുടെ ഐഗൻ വാല്യൂസ് ഡീജനറേറ്റ് ആയി വരുന്ന കേസിലാണെങ്കിൽ എ ഡയഗണൽ ഫോമിലായിരിക്കും, പക്ഷെ ബി എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ഡയഗണൽ ഫോമിലായിരിക്കും വരുന്നത്. ഇനി in each block we can diagonalize B matrix independently and obtain simultaneous eigenstate of A and B. അതായത് ഇവിടെ നമുക്ക് എന്തുണ്ടെന്ന് വെച്ചാൽ ഇത് ഇൻഡിപെൻഡന്റ് ബ്ലോക്ക് ആയിരിക്കും. B1 B2 അങ്ങനെ BK എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻഡിപെൻഡന്റ് ബ്ലോക്ക് ആയിരിക്കും. ഇൻഡിപെൻഡന്റ് ബ്ലോക്ക് എന്ന് വെച്ചാൽ നമുക്ക് ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഓരോരോ ബ്ലോക്ക് സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ഓരോ ബ്ലോക്കിനെ നമുക്ക് സെപ്പറേറ്റ് എടുത്തിട്ട്, സാധാരണ നമുക്കൊരു 10x10 മെട്രിക്സ് ആണ്, നമുക്ക് അതിൽ ആദ്യത്തെ 4 എൻട്രീസിനൊന്നും മാത്രം എടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സോൾവ് ചെയ്യാൻ പറ്റില്ല. ബ്ലോക്ക് ഡയഗണൽ ഫോമിലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ നിങ്ങൾക്ക് ഐഗൻ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഓരോ ബ്ലോക്കുകളുടെയും ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഇങ്ങനെ എയും ബിയും കമ്മ്യൂട്ടിംഗ് ആണെങ്കിൽ ബി എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ഡയഗണൽ ഫോമിലായിരിക്കും. പിന്നെ ഈ ഓരോ ബ്ലോക്കിലും എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബീനെ നമുക്ക് ഡയഗണലൈസ് ചെയ്യാം. എന്നിട്ട് എന്ത് കിട്ടും എന്ന് വെച്ചാൽ ഐഗൻ വെക്ടേഴ്സ്, ബീന്റെ ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാം. അപ്പം ബീന്റെ ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിച്ചാൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ നമുക്ക് ബി ഓട്ടോമാറ്റിക്കലി ഡയഗണൽ വരും. ആ ഒരു ബേസിസിൽ എന്തുണ്ടാവും, എയും ബിയും എന്താണ് ഡയഗണൽ ഫോമിൽ കിട്ടും. അപ്പോൾ ഐഗൻ വാല്യൂസ് ഓഫ് എ ഡീജനറേറ്റ് വരുന്ന കേസിലാണെങ്കിൽ എ ഓട്ടോമാറ്റിക്കലി ഡയഗണൽ ആയിരിക്കും, ബി ബ്ലോക്ക് ഡയഗണൽ ആയിരിക്കും. പിന്നെ ഓരോ ബ്ലോക്കിലും ബീനെ ഡയഗണലൈസ് ചെയ്യുക. ആ പർട്ടിക്കുലർ ബേസിസിൽ എയും ബിയും എന്തായിരിക്കും, ആ പർട്ടിക്കുലർ സെറ്റ് ഓഫ് ബേസിസിൽ എയും ബിയും കംപ്ലീറ്റ്ലി ഡയഗണൽ ഫോമിലാക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫൈനലി നമുക്ക് എന്ത് പറയാൻ പറ്റും എന്ന് വെച്ചാൽ എയും ബിയും കോമ്പാക്റ്റബിൾ ഒബ്സർവേഴ്സ് ആണെങ്കിൽ, കമ്മ്യൂട്ടീവ് ഒബ്സർവേഴ്സ് ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് എ ആൻഡ് ബി ആസ് എ ഡയഗണൽ ഫോം. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനെയും ബിനെയും എന്തിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, ഡയഗണൽ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ലെങ്കിലും നമുക്ക് ബിനെ ബ്ലോക്ക് ഡയഗണൽ ഫോമിലായിരിക്കും കിട്ടുന്നത്. പിന്നീട് അവിടെ ഡയഗണലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബിനെയും നമുക്ക് ഡയഗണൽ ഫോമിലേക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇൻ ഈച്ച് ബ്ലോക്ക് വി ക്യാൻ ഡയഗണലൈസ് ബി മെട്രിക്സ് ഇൻഡിപെൻഡന്റ്ലി ആൻഡ് വി ആൻഡ് ഒബ്റ്റെയിൻ സൈമൾട്ടേനിയസ് ഐഗൻ സ്റ്റേറ്റ് ഓഫ് എ ആൻഡ് ബി എസ്. അപ്പോൾ എൻ്റെയും ബിന്റെയും സൈമൾട്ടേനിയസ് ഐഗൻ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പോൾ എ കാപ്പ് ആക്ടിങ് ഓൺ എ ഐ ബി ഐ, ഈ സൈമൾട്ടേനിയസ് ഐഗൻ ഗെറ്റിനെ നമ്മൾ കാണിക്കുന്നത് എൻ്റെയും ബിന്റെയും ഐഗൻ സ്റ്റേറ്റിന്റെ ടേമിലാണ്. അതായത് സൈമൾട്ടേനിയസ് ഐഗൻ സ്റ്റേറ്റിൽ എ കാപ്പ് ആക്ടിങ് ഓൺ എ ഐ ബി ഐ എന്ന് പറയുന്നത് എ ഐ ഇൻറ്റു ഗെറ്റ് എ ഐ ബി ഐ, അതായത് എയുടെ ഐഗൻ വാല്യൂ തരുന്നുണ്ട്. അതേ സ്റ്റേറ്റിൽ ബി ആക്ട് ചെയ്യാണ്, ബിന്റെ ഐഗൻ വാല്യൂ ബി ഐ ഇൻറ്റു ഗെറ്റ് എ ഐ ബി ഐ എന്നുള്ള രീതിയിലാണ് തരുന്നത്.
അപ്പൊ ഇനി നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാം. ഇപ്പോൾ കമ്മ്യൂട്ടിംഗ് ഒബ്സർവേഴ്സ് ആണെങ്കിൽ നമുക്കൊരു മെഷർമെന്റിൽ കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. കൺസിഡർ ടു കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റേഴ്സ് എ ആൻഡ് ബി വിത്ത് ഐഗൻ വാല്യൂസ് ഓഫ് എ ആർ നോൺ ഡീജനറേറ്റ്. അതായത് എയും ബിയും എന്താണ് കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റേഴ്സ് ആണ്, കൂടാതെ എയുടെ ഐഗൻ വാല്യൂസ് നോൺ ഡീജനറേറ്റ് ആണ്, അതായത് ഡിസ്റ്റിങ്ക്ട് ഐഗൻ വാല്യൂസ് ഉണ്ട്. ആ കേസിലാണെങ്കിൽ ഒരു ജനറൽ സ്റ്റേറ്റ് ഉണ്ട് കെറ്റാൽഫ എന്ന് പറയുന്നത്. ആ ജനറൽ സ്റ്റേറ്റിൽ നമ്മൾ ഒരു എ മെഷർമെന്റ് എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ മെഷർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒരു സ്റ്റേറ്റിൽ ഒരു പർട്ടിക്കുലർ ഓപ്പറേറ്റർ മെഷർമെന്റ് നടത്തുമ്പോൾ അതിന്റെ വൺ ഓഫ് ദി ഐഗൻ സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സിസ്റ്റം കൊലാപ്സ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കെറ്റാൽഫയിൽ നമ്മൾ എ മെഷർമെന്റ് നടത്തുമ്പോൾ അതിന്റെ ഒരു ഐഗൻ ബേസിസ് ആയ എ ഐ ബി ഐ എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ബി മെഷർമെന്റ് കൂടി നടത്താൻ പോകുന്നതുകൊണ്ടാണ് രണ്ടിന്റെയും കൂടി ഐഗൻ സ്റ്റേറ്റിന്റെ ടേമിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു പർട്ടിക്കുലർ ഐഗൻ സ്റ്റേറ്റിലേക്ക് കൊലാപ്സ് ചെയ്യും. എ ഐ എന്ന് പറയുന്ന ഒരു ഐഗൻ സ്റ്റേറ്റിലേക്ക് കൊലാപ്സ് ചെയ്യും. അപ്പോൾ കറസ്പോണ്ടിങ് ഐഗൻ വാല്യൂ ആയിട്ടുള്ള എ എന്ന് പറയുന്ന ഐഗൻ വാല്യൂ കിട്ടും. ഇനി അതിനുശേഷം ബി മെഷർമെന്റ് നടത്തുന്നു. ബി മെഷർമെന്റ് നടത്തുമ്പോൾ ഇത് എന്ന് പറയുന്നത് ഇനീഷ്യലിയുള്ള സ്റ്റേറ്റ് തന്നെ പറയുന്നത് എ ഐ ആണ്. ഈ ബി ഐ എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന ഓപ്പറേറ്ററിന്റെ ഐഗൻ സ്റ്റേറ്റിലാണ്. അതായത് ഓൾറെഡി ഇതൊരു ഐഗൻ സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സിസ്റ്റം എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു മെഷർമെന്റ് നടത്തുമ്പോൾ ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഓപ്പറേറ്റർ നമ്മൾ ഒബ്സർവർ മെഷർ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ആ ഒബ്സർവറിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്ററിന്റെ ഐഗൻ സ്റ്റേറ്റിലാണെങ്കിൽ അതേ ഐഗൻ വാല്യൂ കിട്ടും. സെയിം ഐഗൻ വാല്യൂ കിട്ടും. അതേ സ്റ്റേറ്റ് സിസ്റ്റം അതേ സ്റ്റേറ്റ് തന്നെ തുടരും. അതായത് ബി മെഷർമെന്റ് നടത്തുമ്പോൾ തന്നെ ഇത് ഓൾറെഡി ഒരു ഐഗൻ സ്റ്റേറ്റ് ഓഫ് ബിയിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാവുന്നില്ല എന്ന് വെച്ചാൽ ഐഗൻ സ്റ്റേറ്റ് മാറില്ല. നമുക്ക് എന്ത് കിട്ടും, ഇനീഷ്യലുള്ള സ്റ്റേറ്റ് ബി ഐഗൻ വാല്യൂ തരുന്ന ഒരു സ്റ്റേറ്റിലാണ്. അപ്പൊ നമുക്ക് ബി ഐ എന്ന് പറയുന്ന ഐഗൻ വാല്യൂ കിട്ടും. സിസ്റ്റം അതേ സ്റ്റേറ്റ് തന്നെ തുടരും. പിന്നീട് വീണ്ടും നമ്മൾ എ മെഷർമെന്റ് നടത്തുന്നു. എ മെഷർമെന്റ് നടത്തുന്ന കേസിൽ എന്തുണ്ടാവും, ഇത് അഗെയിൻ എയുടെ ഐഗൻ സ്റ്റേറ്റിലാണ്. അപ്പോൾ നേരത്തെ ഇവിടെ എന്താണോ കിട്ടിയ എ ഐ എന്ന് പറയുന്ന ഐഗൻ വാല്യൂ അതാണ് ബി മെഷർമെന്റ് നടത്തിയതിന് ശേഷവും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ ഇതാണ് ഒരു കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റേഴ്സിന്റെ കേസിൽ ഉള്ളത്. ഇനിയിപ്പോ എയുടെ ഐഗൻ വാല്യൂ ഡീജനറേറ്റ് ആണെങ്കിലും ഇതേപോലെ തന്നെ കിട്ടും. അതായത് ഒരു കെറ്റാൽഫ ഉണ്ട്, അതിലൊരു എ മെഷർമെന്റ് നടത്തുമ്പോൾ ഒരു പർട്ടിക്കുലർ ഐഗൻ വാല്യൂ എ ഐ കിട്ടും. എ ഐ കിട്ടുക എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സിംഗിൾ ഐഗൻ സ്റ്റേറ്റ് അല്ല എ ഐ എന്ന് പറയുന്നതായിട്ടുള്ളത്, ഡീജനറേറ്റ് ആണ്. അപ്പോൾ അത് ഒരു സെറ്റ് ഓഫ് ഐഗൻ സ്റ്റേറ്റ് ഉണ്ടാവും. അതിന്റെ ഒരു ലീനിയർ കോമ്പിനേഷനിലായിരിക്കും സിസ്റ്റം കൊലാപ്സ് ചെയ്തിട്ടുണ്ടാവുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഇതിലൊരു മെഷർമെന്റ് നടത്തും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഐഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്, ബിക്ക് വേറെയും കുറച്ച് ഐഗൻ വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ അതിൽ എന്ത് ചെയ്യുന്നു, ഒരു ബി മെഷർമെന്റ് നടത്തുമ്പോൾ അതിലൊരു വൺ ഓഫ് ദി ഐഗൻ സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സിസ്റ്റം കൊലാപ്സ് ചെയ്യും. കാരണം ഇതൊരു കോമ്പിനേഷൻ ഓഫ് ഐഗൻ വാല്യൂ ഓഫ് ബി ആണ് വരുന്നത്. അതിൽ ഒരു വൺ ഓഫ് ദി ഐഗൻ വാല്യൂസിലേക്ക് സിസ്റ്റം ഐഗൻ വാല്യൂ തരുന്ന ഐഗൻ സ്റ്റേറ്റിലേക്ക് കൊലാപ്സ് ചെയ്യും. പക്ഷേ എ ഐയുടെ ഐഗൻ വാല്യൂ അപ്പോഴും മാറത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിലേക്ക് കൊലാപ്സ് ചെയ്യും. അപ്പോൾ വീണ്ടും നമ്മൾ ഒരു മെഷർമെന്റ് നടത്തുമ്പോൾ എ മെഷർമെന്റ് നടത്തിയാൽ സെയിം ഐഗൻ വാല്യൂ, അതായത് ഇവിടെ കിട്ടിയ അതേ ഐഗൻ വാല്യൂ തന്നെയായിരിക്കും ബി മെഷർമെന്റിന് ശേഷവും നമുക്ക് കിട്ടുന്നത്. That is, A measurement and B measurement do not interfere. That's why we are calling it as compactable observer. അതായത് ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസാണ്. അതായത് ഇവിടെ എയും ബിയും കോമ്പാക്റ്റബിൾ ആയതുകൊണ്ട് നമ്മൾ ആദ്യം എ മെഷർമെന്റ് നടത്തി ഒരു ഐഗൻ വാല്യൂ കിട്ടി. നേരത്തെ രണ്ട് കേസിലാണെങ്കിലും, ഡീജനറേറ്റ് ആണെങ്കിലും നോൺ ഡീജനറേറ്റ് ആണെങ്കിലും, ആദ്യം എ മെഷർമെന്റ് നടത്തിയിട്ട് ഒരു എയുടെ ഐഗൻ വാല്യൂ കിട്ടി. പിന്നീട് ബി മെഷർമെന്റ് നടത്തിയിട്ട് ബിയുടെ ഒരു ഐഗൻ വാല്യൂ കിട്ടിയിട്ടുണ്ടാവും. വീണ്ടും അഗെയിൻ നമ്മൾ എ മെഷർമെന്റ് നടത്തുമ്പോൾ ആദ്യം കിട്ടിയ അതേ ഐഗൻ വാല്യൂ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത് ഈ രണ്ട് കേസിലാണെങ്കിലും. അതായത് ഇതിനിടയിൽ നമ്മളൊരു ബി മെഷർമെന്റ് നടത്തിയ ഒരു കാര്യം എന്ത് ചെയ്യുന്നില്ല, നമുക്കിവിടെ മാറ്റിയാൽ പോലും സെയിം റിസൾട്ട് ആണ് കിട്ടുന്നത്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മെഷർമെന്റ് റിപ്പീറ്റഡ് മെഷർമെന്റ് നടത്തിയാൽ നമുക്ക് സെയിം ഐഗൻ വാല്യൂ തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതായത് എ മെഷർമെന്റ് നടത്തി ബി മെഷർമെന്റ് നടത്തിയാലും നടത്തിയില്ലെങ്കിലും ഒക്കെ നമുക്ക് എന്താണ്, അതേ ഐഗൻ വാല്യൂ ആണ് കിട്ടുന്നത്. ഇത് ജനറലി ഇത് ട്രൂ അല്ല. ഇത് എപ്പോ മാത്രമേ ഇത് സാധ്യമാവുള്ളൂ എന്ന് വെച്ചാൽ എയും ബിയും കോമ്പാക്റ്റബിൾ ആണെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുള്ളൂ. എയും ബിയും ഇൻകോമ്പാക്റ്റബിൾ ആണെങ്കിൽ എന്ത് ചെയ്യും, ഒരു ബി മെഷർമെന്റ് നടത്തുമ്പോഴത്തേക്ക് തന്നെ ഈ സ്റ്റേറ്റിൽ നിന്ന് സിസ്റ്റം വേറൊരു സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ വീണ്ടും എ മെഷർമെന്റ് നടത്തുമ്പോൾ നമുക്ക് എന്താ കിട്ടുക എന്ന് വെച്ചാൽ വേറെ ഏതോ ഒരു സ്റ്റേറ്റ് ആയിരിക്കും, നമുക്ക് വേറെ ഏതോ ഒരു ഐഗൻ വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക,
നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അതാണ് അതുകൊണ്ടാണ് ഇവിടെ എയും ബിയും എന്ത് ചെയ്യുന്നു, എ മെഷർമെന്റ് ആൻഡ് ബി മെഷർമെന്റ് ഡു നോട്ട് ഇന്റർഫിയർ എന്ന് പറയുന്നത്. എയും ബിയും കോമ്പാക്റ്റബിൾ ആണെങ്കിൽ ഇത് രണ്ടും തമ്മിൽ ഇന്റർഫിയർ ചെയ്യുന്നില്ല. എ മെഷർമെന്റിന് ശേഷം ബി മെഷർമെന്റ് നടത്തിയിട്ട് വീണ്ടും എ മെഷർമെന്റ് നടത്തിയാലും ഇതിന്റെ ഇടയിൽ ബി മെഷർമെന്റ് നടത്തി എന്നുള്ള ഒരു ഇൻഫർമേഷൻ അവിടെ ആവശ്യമല്ല. അത് ഈ എയുടെ റിസൾട്ടിന് എന്ത് ചെയ്യുന്നില്ല, എഫക്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇൻ ജനറൽ കേസിൽ ഒരു എ മെഷർമെന്റ് നടത്തിയിട്ട് വേറൊരു ഓപ്പറേറ്റർ മെഷർ ചെയ്താൽ ആദ്യത്തെ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു, ആ മെമ്മറി മൊത്തം എന്ത് ചെയ്യുന്നു, വാനിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും ആദ്യം ഒരു മെഷർമെന്റ് നടത്തുന്ന പോലത്തെ ഒരു എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ അത് ഇന്റർഫിയർ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഈ എയും ബിയും കമ്മ്യൂട്ടിംഗ് ആണെങ്കിൽ അതിനെ കോമ്പാക്റ്റബിൾ ഒബ്സർവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ദ ഇൻകോമ്പാക്റ്റബിൾ ഒബ്സർവേഴ്സ് ഡു നോട്ട് ഹാവ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് സൈമൾട്ടേനിയസ് ഹൈഗിങ് കെറ്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കോമ്പാക്റ്റബിൾ ഒബ്സർവേഴ്സ് ആണെങ്കിൽ അതിന് സൈമൾട്ടേനിയസ് ഹൈഗിങ് കെറ്റ് ഉണ്ട്. അപ്പോൾ എയുടെ ഐഗിൻ ബേസിസ് തന്നെയായിരിക്കും ബിയുടെ ഐഗിൻ ബേസിസ്. അപ്പോൾ രണ്ടും എന്തായിരിക്കും, ഡയഗണൽ ഫോമിലാണെന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇൻകോമ്പാക്റ്റബിൾ ഒബ്സർവേഴ്സിന് എന്തുണ്ടാവില്ല, കംപ്ലീറ്റ് സെറ്റ് ഓഫ് സൈമൾട്ടേനിയസ് ഹൈഗിൻ സ്റ്റേറ്റ് ഉണ്ടാവില്ല. എയുടെ ഹൈഗിൻ സ്റ്റേറ്റ് വേറെ, ബിയുടെ ഹൈഗിൻ സ്റ്റേറ്റ് വേറെ. ഇൻകോമ്പാക്റ്റബിൾ ആണെങ്കിൽ രണ്ടും രണ്ട് സെറ്റ് ഓഫ് ഹൈഗിൻ സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. Eigen state of an operator A is different from eigen state B of an observer B. അതായത് നേരത്തെ പറഞ്ഞിട്ടുള്ളത് എയുടെ ഐഗൻ സ്റ്റേറ്റ് കെറ്റയും ബിയുടെ ഐഗൻ സ്റ്റേറ്റ് കെറ്റ് ബി ഐ ആയിരിക്കും. രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ കോമ്പാക്റ്റബിൾ ആണെങ്കിൽ ഇത് രണ്ടും എന്താണ്, സെയിം ആണ്. അപ്പോൾ കോമ്പാക്റ്റബിൾ ആണെങ്കിൽ സെറ്റ് ഓഫ് ഐഗൻ സ്റ്റേറ്റ് ഓഫ് ഓപ്പറേറ്റർ എ ആൻഡ് സെറ്റ് ഓഫ് ഐഗൻ സ്റ്റേറ്റ് ഓഫ് ഓപ്പറേറ്റർ ബി ബോത്ത് ആർ സെയിം. പക്ഷെ ഇൻകോമ്പാക്റ്റബിൾ ആണെങ്കിൽ ഐഗൻ സ്റ്റേറ്റ് ഓഫ് ഓപ്പറേറ്റർ എ ആൻഡ് ഐഗൻ സ്റ്റേറ്റ് ഓഫ് ഓപ്പറേറ്റർ ബി ബോത്ത് ആർ ഡിഫറെന്റ്. രണ്ടും ആ സെറ്റ് ഓഫ് ഐഗൻ സ്റ്റേറ്റ് എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഡിഫറെന്റ് സെറ്റ് ഓഫ് ഐഗൻ സ്റ്റേറ്റ് ആയിരിക്കും രണ്ട് ഓപ്പറേറ്ററിൽ നിന്നും ഉണ്ടാകുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് കോമ്പാക്റ്റബിൾ ആൻഡ് ഇൻകോമ്പാക്റ്റബിൾ ഒബ്സർവേഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ എന്തിനാണ് നമ്മൾ ചേഞ്ച് ഓഫ് ബേസിസിന്റെ കാര്യം എന്നുള്ളതിലേക്കൊക്കെയാണ് പറയാൻ പോകുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് പറയാൻ പോകുന്നത്, അൺസർട്ടനിറ്റി റിലേഷൻ എന്ന് പറയുന്നത്. അൺസർട്ടനിറ്റി റിലേഷൻ ആണ്. അപ്പോൾ അൺസർട്ടനിറ്റി റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള, അതായത് ക്വാണ്ടം മെക്കാനിക്കലി ഏറ്റവും വൺ ഓഫ് ദി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളായ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ, ആ ഒരു പ്രിൻസിപ്പിളിന്റെ ഒരു കോൺസിക്വൻസ് ആണ് എന്ത്, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ ഇല്ലെങ്കിൽ എന്തില്ല, അൺസർട്ടനിറ്റി ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ സൂപ്പർപൊസിഷൻ പ്രിൻസിപ്പിൾ ഒരു കോൺസിക്വൻസ് ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ. In a quantum state, keta alpha, when we measure an observable, there exists a probability distribution of all possible outcome of a measurement. അതായത് ഒരു ക്വാണ്ടം സ്റ്റേറ്റ് ഉണ്ട്, കെറ്റ ആൽഫ എന്ന് പറയുന്ന ഒരു ക്വാണ്ടം സ്റ്റേറ്റ് ഉണ്ട്. അതിൽ നമ്മളൊരു ഒരു ഒബ്സർവബിൾ എ എന്ന് പറയുന്ന ഒരു ഒബ്സർവബിൾ നമ്മൾ മെഷർ ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടെന്ന് വെച്ചാൽ ദർ എക്സിസ്റ്റ് എ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കം ഓഫ് എ മെഷർമെന്റ്. ആ ഒരു മെഷർമെന്റിന്റെ ഓൾ പോസിബിൾ ഔട്ട്കമിന്റെ എന്തുണ്ടാവും, ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. അതായത് നമ്മൾ മെഷർമെന്റിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മളൊരു കെറ്റ ആൽഫയിൽ ഒരു എ മെഷർമെന്റ് നടത്തുമ്പോൾ നമ്മൾ ആദ്യം എന്തായിരുന്നു ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ എയുടെ ഐഗൻ സ്റ്റേറ്റിൽ എന്ത് ചെയ്യായിരുന്നു, ഗിവൺ സ്റ്റേറ്റിനെ എക്സ്പാൻഡ് ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു CIs എന്നുണ്ട്, അതായത് C1 C2 C3 എന്നുള്ള കോഎഫിഷ്യൻസ് ഉണ്ട്. ഈ കോഎഫിഷ്യൻസ് ആണ് എന്തെന്ന് പറയുന്നത്, അതാണ് ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തരുന്നത്. ആ ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അത് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം, ഒരു ചെറിയൊരു കേസ് എടുക്കാം. ഒരു 6 ഡയമെൻഷണൽ സ്പേസ് എടുത്തു. കൺസിഡർ എ സ്റ്റേറ്റ് കെറ്റ ആൽഫ I = 1 to 6 CI കെറ്റ I. അതായത് എ എന്ന് പറയുന്ന ഒരു ഒബ്സർവബിൾ ആണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗിവൺ സ്റ്റേറ്റ് ഉണ്ട്. അപ്പൊ എ എന്ന് പറയുന്ന ഒരു 6 ഡയമെൻഷണൽ സ്പേസിൽ ഞാനൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്, ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കേസ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു 6 ഡയമെൻഷണൽ സ്പേസിൽ ഒരു ഓപ്പറേറ്റർ ആണ് എ. അപ്പോൾ കെറ്റ ആൽഫ എന്ന് പറയുന്ന അതേ സ്പേസിലെ ഒരു സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരേ മെഷർമെന്റ് നടത്താൻ പോകുമ്പോൾ ആദ്യം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഗിവൺ സ്റ്റേറ്റിനെ എയുടെ ഐ സ്റ്റേറ്റിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ അതായത് സമ്മേഷൻ ഓർ I = 1 to 6 CI കെറ്റ I എന്നുള്ള രീതിയിൽ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ചാൽ ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കം ഓഫ് ഒബ്സർവബിൾ എ ആർ ഷോൺ ഇൻ ദി ഫിഗർ. അപ്പോൾ എയുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ മീൻസ്, അപ്പോൾ അതായത് നമ്മൾ കെറ്റ ആൽഫേനെ എയുടെ ഐഗൻ സ്റ്റേറ്റിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് A1 A2 A3 എക്സെട്ര A6 വരെയാണ്. 6 ഡയമെൻഷൻ ആയതുകൊണ്ട് A6 വരെയുള്ള ഐഗൻ വാല്യൂസ് ഉണ്ട്. ഈ ഐഗൻ വാല്യൂസിനെയാണ് നമ്മൾ എന്ത്
കാണിച്ചിട്ടുള്ളത്, എക്സ് ആക്സിസ് കാണിച്ചിട്ടുണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള CI ഇവിടെ ഓരോന്നിന്റെയും കോവിഷ്യന്റിന്റെ വാല്യൂസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. Y ആക്സിസിൽ CI യും കാണിച്ചിട്ടുണ്ട്. അതായത് A1ന് കറസ്പോണ്ടിങ് ആയിട്ട് 0.3 ഉണ്ട്. ഏറ്റവും ഞാനൊരു വാല്യൂ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. A2ന് കറസ്പോണ്ടിങ് ആയിട്ട് 0.4 ഉണ്ട്, A3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0.5 ഉണ്ട്. അങ്ങനെ ഓരോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട്, CIകളുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മെഷർമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഐഡിയ. അതായത് നമുക്ക് ബിഫോർ ദി മെഷർമെന്റ് നമുക്ക് ഏത് ഐഗൻ വാല്യൂ കിട്ടും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഓരോ ഐഗൻ വാല്യൂ കിട്ടാനുള്ള പ്രോബബിലിറ്റി നമുക്ക് പറയാൻ പറ്റുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ പ്രോബബിലിറ്റി തരുന്നത് ആരായിരുന്നു? ഈ CIന്റെ മോഡുലസ് സ്ക്വയർ ആയിരുന്നു. അപ്പോൾ ഈ A1, A2, A3നെ വീണ്ടും അഗെയിൻ നമ്മൾ എക്സ് ആക്സിസിൽ എടുത്തു. പിന്നെ ഇതിന് CIക്ക് പകരം മോഡുലസ് ഓഫ് CI സ്ക്വയർ എന്ത് ചെയ്യുന്നു? Y ആക്സിസിൽ എടുത്തു. അപ്പോൾ ഈ മോഡുലസ് ഓഫ് CI സ്ക്വയറിനെ നമ്മൾ P ഓഫ് I AI എന്ന് പറഞ്ഞു. അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദി ഐഗൻ വാല്യൂ AI ആണ് എന്ത്? മോഡുലസ് ഓഫ് CI സ്ക്വയർ. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്താൽ ഈ AI എന്ന് പറയുന്ന ഐഗൻ വാല്യൂ കിട്ടാനുള്ള കോവിഷ്യന്റ് ആണ് ഇവിടെ CI എന്ന് പറയുന്നത്. അതിന്റെ മോഡുലസ് സ്ക്വയർ എടുത്താൽ പ്രോബബിലിറ്റി കിട്ടും. അപ്പോൾ ഇതിന്റെ മോഡുലസ് സ്ക്വയർ 0.3 ആണെങ്കിൽ 0.09, 0.4 ആണ് 0.16. അതായത് ഇതിന് എക്സാക്ട്ലി മോഡുലസ് സ്ക്വയർ എടുത്ത് കാണിച്ചിട്ടുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. 0.5 ആണ് 0.25. അപ്പോൾ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ആണ് എന്ത് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മളൊരു മെഷർമെന്റ് നടത്താൻ പോകുമ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഗിവൺ സ്റ്റേറ്റിനെ മെഷർ ചെയ്യേണ്ട ഓപ്പറേറ്ററിന്റെ ഐഗൻ സ്റ്റേറ്റിന്റെ ടേമിൽ എന്ത് ചെയ്യുന്നു? ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇതേപോലത്തെ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. അതായത് ഓരോ ഐഗൻ വാല്യൂ വേഴ്സസ് എന്തുണ്ടാവും? ഓരോരോ ഇത് കിട്ടും. അതായത് CI സ്ക്വയർ ഓരോരോ അതിന്റെ പ്രോബബിലിറ്റീസും നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനകത്തുനിന്ന് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാകാം ഇവിടെ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഏതിനാണ്? A3 എന്ന് പറയുന്ന ഐഗൻ വാല്യൂ കിട്ടണം. 1/4 പ്രോബബിലിറ്റി ഉണ്ട്. പിന്നെ A5നാണ് അതേപോലെ A3ക്കും A5നും ആണ് കൂടുതൽ പ്രോബബിലിറ്റി ഉള്ളത്, 1/4 ഉണ്ട്. ബാക്കിയുള്ളതിനൊക്കെ ഏറ്റവും കുറവ് A1നും A6നും ആണ്. അപ്പോൾ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓരോരോ ഐഗൻ വാല്യൂ കിട്ടാനുള്ള പ്രോബബിലിറ്റി നമുക്ക് പറയാൻ പറ്റും. അതായത് നമുക്ക് ഓരോരോ മെഷർമെന്റിനും എന്തുണ്ടാവും എന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അറിയാം. അപ്പൊ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഈ ബിക്കോസ് ഓഫ് ദി സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ ആണ്. അതായത് ക്വാണ്ടം മെക്കാനിക്സിൽ എന്തുണ്ടെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് സ്റ്റേറ്റുകൾ ഉണ്ടെങ്കിൽ, ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റേറ്റ് പോസിബിൾ സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റംസ് ഉണ്ടെങ്കിൽ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എന്താണ്? ഒരു പോസിബിൾ സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം ആണ്. അപ്പോൾ ആ ഒരു കാര്യം, ആ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്, ഒരു സിസ്റ്റത്തിന് ഇതേപോലത്തെ ഡിഫറെന്റ് സ്റ്റേറ്റുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ഡിസ്ട്രിബ്യൂഷന് കാരണം ആരാണെന്ന് വെച്ചാൽ നമുക്ക് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഒരു ഇതില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് അറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് ഇതേപോലത്തെ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേയേറെ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് എന്ത്? മീൻ എന്ന് പറയുന്നത്. അപ്പം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ മീൻ ഓർ എക്സ്പെക്ടേഷൻ വാല്യൂ. അതായത് ആവറേജ് വാല്യൂ, അതായത് A1, A2, A3 എന്നൊക്കെ പറയുന്ന ഇതുണ്ട്, അതിന്റെ പ്രോബബിലിറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ മെഷർമെന്റിന്റെ ആവറേജ് വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ എക്സ്പെക്ടേഷൻ A എന്നുള്ള രീതിയിലാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ A എന്ന് പറയുന്നത് ബ്രാ ആൽഫ A ക്യാപ് കെറ്റ് ആൽഫ, ഇതാണ് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് വെച്ചാൽ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ മീൻ വാല്യൂ ഓഫ് എ പർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്തുണ്ടാവും? ഒരു മീൻ വാല്യൂ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അത് മീൻ വാല്യൂ മാത്രമല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതിന് ഒരുപാട് ക്വാണ്ടിറ്റീസ് ഉണ്ട്, ഡിഫറെന്റ് മൊമെന്റ്സ് ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വാണ്ടിറ്റിയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാ പറയുന്നത്? Another quantity associated with the probability distribution is standard deviation, which is a measure of average fluctuation around the mean and is defined by, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ഫ്ലക്ച്വേഷൻ അറൌണ്ട് ദി മീൻ. അതായത് ഇവിടെ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിന്റെ മീൻ എന്ന് പറയുന്നത് ഏകദേശം ഇതിന്റെ മിഡിലൊക്കെ ആയിരിക്കും. അപ്പൊ മിഡിൽ നിന്ന് എന്തുണ്ടാവും എന്ന് വെച്ചാൽ ഇതിനൊരു സ്പ്രെഡ് ഉണ്ടാവും, ആവറേജ് ഫ്ലക്ച്വേഷൻ. മീനിൽ നിന്ന് എത്രത്തോളം ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട് നമ്മുടെ റിസൾട്ടിന്, അപ്പൊ അതിന്റെ ഒരു മെഷർ ആണ് എന്തെന്ന് പറയുന്നത് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു വിഡ്ത്ത് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം വിഡ്ത്ത് ഉണ്ട്, അതായത് ഇതിപ്പോ ഒരു ഇത്രത്തോളം വിഡ്ത്ത് ഉണ്ട്, ആ വിഡ്ത്ത് കുറയുന്നതിനനുസരിച്ച് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറയും, ഈ വിഡ്ത്ത് കൂടിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടും. അതായത് ഇതിന്റെ ഈ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ വിഡ്ത്തിന്റെ ഒരു മെഷർ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് എന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ആ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഡെൽറ്റ എ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് എ മൈനസ് എക്സ്പെക്ടേഷൻ എ ഹോൾ സ്ക്വയർ. അതായത് എ മൈനസ് എക്സ്പെക്ടേഷൻ എ ഉണ്ട്, അതിന്റെ ഡീവിയേഷൻ എന്നാണ്, അതായത് മീൻ വാല്യൂവിൽ നിന്ന് ഓരോ ഇത് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തിരിക്കുന്നു. ആ എ മൈനസ് എക്സ്പെക്ടേഷൻ എന്റെ സ്ക്വയർ എടുക്കുന്നു, എന്നിട്ട് മീൻ എടുക്കുന്നു, എന്നിട്ട് സ്ക്വയർ എടുക്കുന്നു, അല്ല എന്നിട്ട് റൂട്ട് എടുക്കുന്നു. ഇതിനെ വിളിക്കാറുള്ളത് റൂട്ട് മീൻ സ്ക്വയർ എന്നുള്ള രീതിയിലാണ്. അതായത് നമ്മൾ ചെയ്യുന്നതിന്റെ നേരെ ഓപ്പോസിറ്റാണ് വിളിക്കുന്നത്. ആദ്യം ശരിക്കും എടുക്കുന്നത് എന്ത് ചെയ്യുന്നു, സ്ക്വയർ എടുത്തിട്ട് മീൻ എടുത്തിട്ട് റൂട്ട് എടുക്കുകയാണ്. അപ്പൊ നമ്മൾ പറയാറുള്ളത് റൂട്ട് മീൻ സ്ക്വയർ എന്നുള്ള രീതിയിലാണ്, നേരെ തിരിച്ചാണ് പറയാറുള്ളത്. അപ്പൊ ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഏതൊരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിലും എന്തുണ്ടാവും, ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അതിന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ടാവും. അതെന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ വിഡ്ത്തിന്റെ ഒരു മെഷറാണ്. പിന്നെ ഒരു മീനും ഉണ്ടാവും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അൺസർട്ടനിറ്റി പറയുന്നത് എന്താന്ന് വെച്ചാൽ, എങ്ങനെയാണെന്ന് വെച്ചാൽ അൺസർട്ടനിറ്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ, ഇറ്റ് ഈസ് എ മെഷർ ഓഫ് അൺസർട്ടനിറ്റി ഓഫ് ആൻ ഓപ്പറേറ്റർ. ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയാണ് എന്തെന്ന് പറയുന്നത്, അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. ഒരു ഒബ്സർവബിൾ ഉണ്ടെങ്കിൽ, എ എന്ന് പറയുന്ന ഒരു ഒബ്സർവബിൾ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഓപ്പറേറ്റർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഓപ്പറേറ്ററിന്റെ എന്തുണ്ടാവുന്നു, അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ, ആ ഒബ്സർവബിളിന്റെ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അതായത് ഏതൊരു ഒബ്സർവബിൾ നമ്മൾ ഒരു സ്റ്റേറ്റിൽ മെഷർ ചെയ്യാൻ പോവുകയാണെങ്കിലും അതിന് ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. ആ ഡിസ്ട്രിബ്യൂഷന്റെ വിഡ്ത്താണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഫ്ലക്ച്വേഷൻ അറൌണ്ട് ദ മീൻ. മീനിൽ നിന്ന് എത്രത്തോളം ഫ്ലക്ച്വേഷൻ ഉണ്ട് അതിന്റെ മെഷറാണ് എന്തെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതാണ് അൺസർട്ടനിറ്റി. അതായത് ഒരു മെഷർമെന്റ് നടത്തുന്ന സമയത്ത് മെഷർമെന്റിനെ അസോസിയേറ്റ് ചെയ്ത് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. ആ ഡിസ്ട്രിബ്യൂഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എന്ത്, അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അൺസർട്ടനിറ്റി പറയണമെങ്കിൽ രണ്ട് ക്വാണ്ടിറ്റി വേണം. ഒന്ന് നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് അൺസർട്ടനിറ്റി പറയുന്നത് എന്ന് വേണം, പിന്നെ ഏത് ഒബ്സർവബിളിന്റെ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റർ ഉണ്ട്, ആ ഓപ്പറേറ്റർ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ മെഷർമെന്റ് നടത്തുമ്പോഴാണ് എന്തുണ്ടാവുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ് മാറുന്നതിനനുസരിച്ച് ഈ അൺസർട്ടനിറ്റി മാറും. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് മാറുന്നതിനനുസരിച്ച് ഡിസ്ട്രിബ്യൂഷൻ മാറും. അപ്പൊ അതിനനുസരിച്ച് അൺസർട്ടനിറ്റി മാറും. ഈ ഡിസ്ട്രിബ്യൂഷന്റെ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഡിസ്ട്രിബ്യൂഷന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഗെറ്റ് ആൽഫ മാറിയാൽ മാറും, ഓപ്പറേറ്റർ മാറിയാൽ മാറും. അപ്പോൾ അൺസർട്ടനിറ്റി പറയുമ്പോൾ രണ്ട് ക്വാണ്ടിറ്റിനെ കുറിച്ചുള്ള ഐഡിയ വേണം. ഒന്ന് ഏത് സ്റ്റേറ്റിൽ നമ്മൾ അൺസർട്ടനിറ്റി പറയുന്നു, ഏത് ഓപ്പറേറ്ററിൻ്റെത് പറയുന്നു എന്നുള്ള ഈ രണ്ട് കാര്യം ഉണ്ടാവും. അപ്പോൾ എയുടെ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ എയുടെ അൺസർട്ടനിറ്റി പോലെ ആയിരിക്കില്ല ബിയുടെ അൺസർട്ടനിറ്റി. കാരണം ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിൽ എക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, ബിക്ക് വേറൊരു ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഇത് രണ്ടും സെയിം ആവുന്ന ഒരു കേസ് ഉണ്ട്. അത് എപ്പോഴാണെന്നുള്ളത് നമുക്ക് പറയാം. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ. ഇതിനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ എന്നുകൂടി നമ്മൾ പറയാറുണ്ട്. ഇനി ദി എക്സ്പെക്ടേഷൻ വാല്യൂ, ഇതിനകത്തുള്ള സ്ക്വയർ റൂട്ട് ഇല്ലാത്ത ക്വാണ്ടിറ്റി, അതായത് എക്സ്പെക്ടേഷൻ ഓഫ് എ മൈനസ് എക്സ്പെക്ടേഷൻ എ ഹോൾ സ്ക്വയർ. ഇതിന് നമുക്ക് ഡിസ്പേർഷൻ അല്ലെങ്കിൽ വേരിയൻസ് അല്ലെങ്കിൽ മീൻ സ്ക്വയർ ഡീവിയേഷൻ, മീൻ സ്ക്വയർ ഡീവിയേഷൻ റൂട്ട് കൂടി എടുക്കുമ്പോഴാണ് റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ വരുന്നത്. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, വേരിയൻസ് എന്ന് പറയുന്നത്. ഈ റൂട്ട് ഇല്ലാത്ത ക്വാണ്ടിറ്റി, അതായത് വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആണ് എന്തെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക എ മൈനസ് എക്സ്പെക്ടേഷൻ എ ആയിരിക്കും, പിന്നീട് വേരിയൻസ് കണ്ടുപിടിക്കും, വേരിയൻസിന്റെ റൂട്ട് എടുത്ത സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഇത് ജസ്റ്റ് മാത്തമാറ്റിക്സ് പ്രോബബിലിറ്റിന്റെ ഐഡിയാസ് മാത്രമാണ്. അപ്പോൾ വേരിയൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറെ കൂടി ഇതിന് കുറച്ച് ഈ എക്സ്പ്രഷൻ ഒന്നുകൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതായത് എ മൈനസ് എക്സ്പെക്ടേഷൻ എ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ ഇത് സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എ സ്ക്വയർ മൈനസ് 2x, ഇതിന് റൈറ്റ് ഇവിടെ ഉള്ള രണ്ടാമത്തെ ടേം എക്സ്പെക്ടേഷൻ ആണ്. 2 ഇൻറ്റു എക്സ്പെക്ടേഷൻ എ ഇൻറ്റു എ പ്ലസ് എക്സ്പെക്ടേഷൻ എ ഹോൾ സ്ക്വയർ കിട്ടും. പിന്നീട് ഇത് നമുക്ക് ഈ മീന് സ്പ്ലിറ്റ് ചെയ്താൽ മീൻ നമുക്ക് ഓരോരോ ടേമിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓൾറെഡി 2a എന്ന് പറയുന്നത് എന്താണ്, 2 ഇൻറ്റു എക്സ്പെക്ടേഷൻ എ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു എക്സ്പെക്ടേഷൻ ആണ്. ഒരു എക്സ്പെക്ടേഷൻ എടുത്ത ഒരു ക്വാണ്ടിറ്റി, അതായത് ഒരു നമ്പറിന്റെ എക്സ്പെക്ടേഷൻ എടുത്താൽ എന്തായിരിക്കും എന്ന് വെച്ചാൽ നമ്പർ തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത് എന്ത് കിട്ടും എന്ന് വെച്ചാൽ 2 ഇൻറ്റു എക്സ്പെക്ടേഷൻ എ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്താൽ എക്സ്പെക്ടേഷൻ എ ഹോൾ സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിൽ വരും. അപ്പൊ നമുക്ക് ഡെൽറ്റ എ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ റൂട്ട് എടുത്താൽ മതി. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ എക്സ്പ്രഷൻ എന്താണ്, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ റൂട്ട് ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ എ ഹോൾ സ്ക്വയർ. ഇതാണ്, ഈ ഒരു ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഒരു ഓപ്പറേറ്ററിന്റെ
എന്ത് കണ്ടുപിടിക്കണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഓപ്പറേറ്റർ ഏത് സ്റ്റേറ്റിലാണ്, ആ വിത്ത് റെസ്പെക്ട് ആ സ്റ്റേറ്റിലാണ് എക്സ്പെക്ടേഷൻ എടുക്കേണ്ടത്. എക്സ്പെക്ടേഷൻ എടുക്കുമ്പോൾ എന്തുണ്ട്? ബ്രാ ആൽഫ എ കെറ്റ ആൽഫ ഉണ്ട്. അപ്പൊ ഇത് കണ്ടുപിടിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് കൂടി ഗിവൺ ആയിരിക്കണം. അപ്പൊ ആ പർട്ടിക്കുലർ സ്റ്റേറ്റിൽ എന്ത് ചെയ്യുക? റൂട്ട് ഓഫ് എക്സ്പെക്ടേഷൻ എ സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ എ ഹോൾ സ്ക്വയർ ചെയ്താൽ അതായിരിക്കും എന്തെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അതാണ് അൺസർട്ടനിറ്റി ഓഫ് ഓപ്പറേറ്റർ എ എന്ന് പറയുന്നത്. എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. That is, uncertainty of A in the state ket alpha is the standard deviation of expansion coefficient of the state ket alpha in the eigen basis of A. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അതായത് അൺസർട്ടനിറ്റി ഓഫ് എ ഇൻ എ പർട്ടിക്കുലർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ കോഫിഷ്യന്റ് ഉണ്ട്. കെറ്റ് ആൽഫയിൽ നമ്മൾ എ എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്തുള്ള എക്സ്പാൻഷൻ കോഫിഷ്യന്റ് ഉണ്ട്. ആ എക്സ്പാൻഷൻ കോഫിഷ്യന്റിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് എന്ത്? അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്കൊരു സിമ്പിൾ കേസ് എടുക്കാം. സപ്പോസ് ദ സ്റ്റേറ്റ് ഇൻ ക്വസ്റ്റ്യൻ ഈസ് ആൻ ഐഗൻ സ്റ്റേറ്റ് ഓഫ് ആൻ ഓപ്പറേറ്റർ എ. നമുക്ക് തന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഐഗൻ സ്റ്റേറ്റ് ഓഫ് ഓപ്പറേറ്റർ എ ആണ്. നമ്മുടെ ഗിവൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എയുടെ ഐഗൻ സ്റ്റേറ്റ് തന്നെയാണെന്ന് വിചാരിച്ചോളൂ. ദെൻ ഓൺലി വൺ നോൺ സീറോ CI എക്സിസ്റ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വാനിഷസ്. അതായത് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് നേരത്തെ ഒരു ജനറൽ സ്റ്റേറ്റ് ആയ കെറ്റ് ആൽഫയിലായിരുന്നു. ഇനിയിപ്പോ നമ്മൾ ചെയ്യുന്നത് ഐഗൻ സ്റ്റേറ്റ് ഓഫ് ഓപ്പറേറ്റർ എയുടെ ഐഗൻ സ്റ്റേറ്റിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു മെഷർമെന്റ് നടത്തുന്നതെങ്കിൽ എന്തായിരിക്കും? ഓൾറെഡി എന്ത് ചെയ്യായിരിക്കും വെച്ചാൽ, ഓൾറെഡി നമ്മൾ ഒരു ഐഗൻ സ്റ്റേറ്റിലാണെങ്കിൽ പിന്നീട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ടതില്ല. അപ്പൊ നമ്മൾ എ എന്ന് പറയുന്ന ഒരു ഒബ്സർവറിൽ അതിന്റെ തന്നെ ഐഗൻ സ്റ്റേറ്റിൽ നമ്മൾ ഒരു മെഷർമെന്റ് നടത്താൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസ്ട്രിബ്യൂഷനിൽ എന്തേ ഉണ്ടാവുള്ളൂ? ഒരൊറ്റ എണ്ണയെ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് നമുക്ക് എന്തേ ഉണ്ടാവുള്ളൂ വെച്ചാൽ ഒരു ഐഗൻ വാല്യൂ മാത്രമേ കിട്ടുള്ളൂ. അതായത് കെറ്റ് A1 എന്ന് പറയുന്ന ഒരു ഐഗൻ സ്റ്റേറ്റിലാണെങ്കിൽ നമുക്ക് ഐഗൻ വാല്യൂ A1 മാത്രമേ കിട്ടുള്ളൂ. അതായത് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ ഇത് മാത്രമായിരിക്കും കിട്ടുന്നത്. അതായത് ഒരു സിംഗിൾ റിസൾട്ട് മാത്രം കിട്ടുമ്പോൾ ഇതിന് എന്തില്ല? വിഡ്ത്തില്ല. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് നമ്മളൊരു ഐഗൻ സ്റ്റേറ്റിലാണ് ഒരു ഒബ്സർവബിള് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്ന ഐഗൻ സ്റ്റേറ്റിലാണെങ്കിൽ എന്തായിരിക്കും എന്ന് വെച്ചാൽ അൺസർട്ടനിറ്റി 0 ആയിരിക്കും. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിന്റെ ഒരു കോൺസിക്വൻസ് ആണ് അൺസർട്ടനിറ്റി എന്ന് പറയാൻ കാരണം ഇതാണ്. കാരണം നമ്മൾ ഓൾറെഡി സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ഉണ്ടാവുള്ളൂ എന്ന് വെച്ചാൽ ഓരോ സിംഗിൾ സ്റ്റേറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഐഡിയ ഉണ്ടാവില്ല. അതൊരു നോൺ ക്ലാസിക്കൽ ഫിനോമിനാസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇതേപോലത്തെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടാൻ കാരണം. ഡിസ്ട്രിബ്യൂഷൻ ഇല്ലെങ്കിൽ അൺസർട്ടനിറ്റി ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി ഒരു ഐഗൻ സ്റ്റേറ്റിലാണ്. പക്ഷെ നേരത്തെ പറഞ്ഞിട്ടുള്ള കേസിലൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. കാരണം നമ്മൾ എടുക്കുന്നത് ഒരു ജനറൽ സ്റ്റേറ്റ് കെറ്റ് ആൽഫയിലാണ്. അപ്പോൾ എനെ മെഷർ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടോ? അവിടെ അൺസർട്ടനിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് മിനിമം അൺസർട്ടനിറ്റി വരണമെങ്കിൽ മിനിമം എന്ത് ചെയ്യണം? ഒരു ലീനിയർ കോമ്പിനേഷൻ 2 സ്റ്റേറ്റ്സ് എങ്കിലും ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ? ഒരു ഇതിന് അൺസർട്ടനിറ്റി ഉണ്ടാവും. നിങ്ങൾക്ക് ഏതെങ്കിലും ഐഗൻ സ്റ്റേറ്റ് തന്നാൽ നിങ്ങൾ ഒരു കാൽക്കുലേഷൻ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം അൺസർട്ടനിറ്റി 0 ആണെന്നുള്ള ഇതിൽ പറയാം. അത് നോക്കണം. നിങ്ങൾക്ക് ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ട്, അതിന്റെ അൺസർട്ടനിറ്റി കണ്ടുപിടിക്കുമ്പോൾ എയുടെ ഐഗൻ സ്റ്റേറ്റ് തന്നെയാണോ നോക്കണം. എയുടെ ഐഗൻ സ്റ്റേറ്റ് തന്നെയാണെങ്കിലേ അത് ഇതാവുള്ളൂ. ഇനിയിപ്പോ നമുക്ക് എയുടെ ഐഗൻ സ്റ്റേറ്റിലാണ് സിസ്റ്റം. നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ബിന്റെ അൺസർട്ടനിറ്റി ആണ് നോക്കാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും? എയുടെ ഐഗൻ സ്റ്റേറ്റിൽ ബിക്ക് വേറെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും. അപ്പൊ എന്തുണ്ടാവില്ല? ബിയുടെ അൺസർട്ടനിറ്റി 0 ആവുന്നെന്ന് അർത്ഥാക്കുന്നില്ല. അതായത് ഒരു ഓപ്പറേറ്റർ ഉണ്ട്, അതിന്റെ തന്നെ ഐഗൻ സ്റ്റേറ്റിൽ അൺസർട്ടനിറ്റി കണ്ടുപിടിക്കാൻ പോകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? 0 കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് നമ്മൾ പറയാൻ പോകുന്ന കാര്യം അൺസർട്ടനിറ്റി റിലേഷൻ ഉണ്ട്. നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഒരു അൺസർട്ടനിറ്റി റിലേഷൻ വരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. ലെറ്റ് എ ആൻഡ് ബി ആർ ടു ഒബ്സർവേഴ്സ്, ദെൻ ഫോർ എനി സ്റ്റേറ്റ് വി മസ്റ്റ് ഹാവ് ദി ഫോളോയിങ് ഇനിക്വാലിറ്റി. അതായത് എയും ബിയും 2 ഒബ്സർവബിൾ ആണ്. അപ്പോൾ അതുണ്ടെങ്കിൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട് എന്ന് വെച്ചാൽ ഒരു ഇനിക്വാലിറ്റി ഉണ്ട്. അതായത് ഡെൽറ്റ എ ഡെൽറ്റ ബി ഇസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് കമ്മ്യൂട്ടേറ്റർ എ ബി. അതായത് ഇതാണ് എന്തെന്ന് പറയുന്നത് അൺസർട്ടനിറ്റി റിലേഷൻ തരുന്നത്. അതായത് നമുക്ക് ഫേമസ് ആയിട്ടുള്ള എ ബി എന്ന് പറയുന്ന 2 ഒബ്സർവബിൾ ഉണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും? അൺസർട്ടനിറ്റി ഉണ്ടാവും. ആ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ. ഇതിന് പ്രൂഫ് ഒക്കെ ഉണ്ട്, നമ്മൾ MSc ക്ലാസ്സിൽ ഉള്ളതാണ്. അപ്പൊ നമ്മൾ അതിന്റെ പ്രൂഫ് ഇവിടെ കാണിക്കുന്നില്ല. അത് ജനറൽ ആയിട്ട് ഇത് പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇതാണ്. അപ്പൊ അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് കമ്മ്യൂട്ടേറ്റർ എ ബി എന്നുള്ള രീതിയിലാണ്. ഇനിയിപ്പോ എയും ബിയും കമ്മ്യൂട്ടിംഗ് ആണെന്ന് വിചാരിച്ചോളൂ. ഈ എ ആൻഡ് ബി ആർ കമ്മ്യൂട്ടിംഗ് ഒബ്സർവർ. അപ്പൊ കമ്മ്യൂട്ടിംഗ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് വരും? 0 വരും. അപ്പോൾ ഡെൽറ്റ എ ഡെൽറ്റ ബി
എന്ത് കിട്ടും? 0 കിട്ടും. അതായത് പ്രൊഡക്റ്റ് ഓഫ് അൺസർട്ടനിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും കിട്ടുന്നത്. അതായത് ഏത് രണ്ട് ഒബ്സർവബിളും എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂട്ടിംഗ് ഒബ്സർവേഴ്സ് ആണെങ്കിൽ ഈ അൺസർട്ടനിറ്റി പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് അതുകൊണ്ടാണ് നിങ്ങൾ ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഇസിക്കറ്റു എക്സ് ക്രോസ് ബൈ 2 കിട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കമ്മ്യൂട്ടേറ്റർ റിലേഷൻ എന്ന് പറയുന്നത് അതായത് എക്സ് പി എക്സ് എന്ന് പറയുന്നത് ഐ എച്ച് ക്രോസ് അതുകൊണ്ടാണ് എന്ത് വരുന്നത് ഇവിടെ ഇതിനുള്ളിൽ ഐ എച്ച് ക്രോസ് എന്നുള്ളത് കിട്ടും. അപ്പോൾ എച്ച് ക്രോസ് ബൈ 2 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പൊ അത് ഇതുകൊണ്ടാണ്. അപ്പോൾ പക്ഷേ അതേസമയം നിങ്ങൾക്ക് എക്സ് വൈ എന്ന് പറയുന്ന രീതിയിൽ ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ആണെങ്കിൽ ഈക്വൽ ടു 0 കിട്ടും. കാരണം അതിന്റെ കമ്മ്യൂട്ടേഷൻ റിലേഷൻ എന്താണ്? 0 ആണ്. അപ്പോൾ ഈ ഒബ്സർവേഴ്സ് കമ്മ്യൂട്ടിംഗ് ആണെങ്കിൽ ഈ മിനിമം അൺസർട്ടനിറ്റി എന്ന് പറയുന്ന അൺസർട്ടനിറ്റി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കമ്മ്യൂട്ടിംഗ് അല്ലെങ്കിൽ എന്തുണ്ടാവും വെച്ചാൽ ആ കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റിന്റെ വാല്യൂന് റിലേറ്റഡ് ആയിരിക്കും ഇതെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്. ഇതിപ്പോ ഇതിന്റെ റീസൺ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഇത് വരാൻ കാരണം എയും ബിയും കമ്മ്യൂട്ടിംഗ് ആണെന്ന് വിചാരിച്ചോളൂ. എയും ബിയും കമ്മ്യൂട്ടിംഗ് ആണെങ്കിൽ എയുടെ ഐഗൻ സ്റ്റേറ്റ് തന്നെയായിരിക്കും ബിന്റെ ഐഗൻ സ്റ്റേറ്റ്. അപ്പൊ നമുക്ക് എന്തുണ്ടാവും എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന ഒബ്സർവേഴ്സിന്റെ നമ്മൾ അൺസർട്ടനിറ്റി കുറച്ച് കൊണ്ടുവരാന്ന് വെച്ചാൽ എയുടെ ഐഗൻ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഓപ്പറേറ്ററിന്റെ ഐഗൻ സ്റ്റേറ്റിൽ എന്തായിരിക്കും? അൺസർട്ടനിറ്റി 0 ആയിരിക്കും. അപ്പൊ എയും ബിയും കമ്മ്യൂട്ടിംഗ് ആണെങ്കിൽ എയുടെ ഐഗൻ സ്റ്റേറ്റ് തന്നെയായിരിക്കും ബിന്റെ ഐഗൻ സ്റ്റേറ്റ്. അപ്പോൾ ഓൾറെഡി എന്റെ ഡിസ്ട്രിബ്യൂഷനും ബിന്റെ ഡിസ്ട്രിബ്യൂഷനും എന്താണ്? അതായത് നേരത്തെ കാണിച്ചിട്ടുള്ള ഈ ഡിസ്ട്രിബ്യൂഷൻ എയും ബിയും കമ്മ്യൂട്ടിംഗ് ആണെങ്കിൽ എയുടെ ഡിസ്ട്രിബ്യൂഷനും ബിയുടെ ഡിസ്ട്രിബ്യൂഷനും സെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ എ എന്ന് പറയുന്ന ഒബ്സർവേഴ്സിനെ നമ്മൾ ഏതെങ്കിലും ഒരു ഐഗൻ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ മെഷർമെന്റ് നടത്തുന്ന ഒരു ഐഗൻ സ്റ്റേറ്റിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബിന്റെയോ ഐഗൻ സ്റ്റേറ്റ് ആയിരിക്കും. അപ്പൊ എയുടെ അൺസർട്ടനിറ്റി 0 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബിന്റെയോ അൺസർട്ടനിറ്റി 0 ആയിരിക്കും, 0ലേക്ക് ടെൻഡ് ചെയ്യും. അതേ സമയത്ത് നമ്മൾ എയും ബിയും കമ്മ്യൂട്ടിംഗ് അല്ലെങ്കിൽ എയുടെ ഡിസ്ട്രിബ്യൂഷൻ ഒരുപോലെയും ബിന്റെ ഡിസ്ട്രിബ്യൂഷൻ വേറെ ഒന്നും ആയിരിക്കും. അപ്പൊ എയുടെ അൺസർട്ടനിറ്റി നമ്മൾ കുറച്ച് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ബിന്റെ അൺസർട്ടനിറ്റി കൂടുകയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് ഈ അൺസർട്ടനിറ്റി പ്രൊഡക്റ്റ് എന്ത് വരുന്നത്? ഒരു നോൺ സീറോ ക്വാണ്ടിറ്റി വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം. അതുകൊണ്ടാണ് കമ്മ്യൂട്ടേറ്റർ ഡെൽറ്റ എക്സ് ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ക്രോസ് ബൈ 2. എക്സിലുള്ള അൺസർട്ടനിറ്റി കുറയ്ക്കുമ്പോൾ ബിയിലല്ല പി എക്സിലുള്ള അൺസർട്ടനിറ്റി എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ രണ്ടു കൂടി എപ്പോഴും അത് എച്ച് ക്രോസ് ബൈ 2 മിനിമം അൺസർട്ടനിറ്റി കിട്ടുന്ന രീതിയിലായിരിക്കും അത് വേരി ചെയ്യുന്നത്. അതായത് ഓരോ കമ്മ്യൂട്ടിംഗ് ഒബ്സർവേഴ്സിന്റെ കേസിലോ അല്ലെങ്കിൽ നോൺ കമ്മ്യൂട്ടിംഗ് ഒബ്സർവേഴ്സിന്റെ കേസിലോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അൺസർട്ടനിറ്റി ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ രണ്ട് ഓപ്പറേറ്റേഴ്സ് കമ്മ്യൂട്ടിംഗ് ആണെങ്കിൽ നമുക്ക് ഒന്നും നോക്കേണ്ട കാര്യമല്ല, അതിന്റെ അൺസർട്ടനിറ്റി മിനിമം അൺസർട്ടനിറ്റി പ്രൊഡക്റ്റ് 0 ആയിരിക്കും. നോൺ കമ്മ്യൂട്ടിംഗ് ആണെങ്കിൽ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യണം. ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ഒരു കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാൽ അൺസർട്ടനിറ്റി പ്രൊഡക്റ്റ് എന്താണെന്നുള്ള കമ്മ്യൂട്ടേറ്റർ റിലേഷൻ അറിയെങ്കിൽ നമുക്ക് അതിന്റെ അൺസർട്ടനിറ്റി പ്രൊഡക്റ്റ് കിട്ടും. അപ്പൊ ഇത് നമ്മൾ ഡിഗ്രി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഈ അൺസർട്ടനിറ്റി റിലേഷൻ ഒക്കെ. ഓക്കെ, ഇനി നമ്മൾ ചേഞ്ച് ഓഫ് ബേസിസിലേക്ക് പോവാണ്. 1 സെക്കൻഡ്. ഓക്കെ, ഇനി ചേഞ്ച് ഓഫ് ബേസിസ് ആണ്. സപ്പോസ് വി ഹാവ് 2 incompatible observables A and B, then get space in question can be spanned by the set get AI or by the set get BI. അതായത് നമുക്ക് രണ്ട് ഇൻകോമ്പാക്റ്റബിൾ ഒബ്സർവേഴ്സ് ഉണ്ട്. ഇൻകോമ്പാക്റ്റബിൾ മീൻസ് കമ്മ്യൂട്ടേറ്റർ എ ബി നോട്ട് ഈക്വൽ ടു 0, രണ്ടും കമ്മ്യൂട്ടിംഗ് അല്ല. അങ്ങനെയാണെങ്കിൽ രണ്ട് ഇൻകോമ്പാക്റ്റബിൾ ഒബ്സർവേഴ്സ് ഉണ്ട് എയും ബിയും. ദെൻ ദി ഗെറ്റ് സ്പേസ് ഇൻ ക്വസ്റ്റ്യൻ ക്യാൻ ബി സ്പാൻഡ് ഐദർ ബൈ ദി സെറ്റ് ഗെറ്റ് എ ഐ ഓർ ബൈ ദി സെറ്റ്. അതായത് നമ്മുടെ ഒരു രണ്ട് ഇൻകോമ്പാക്റ്റബിൾ ഒബ്സർവേഴ്സ് ഉണ്ടെങ്കിൽ എയുടെ ഐഗൻ സ്റ്റേറ്റ് വേറെ ആയിരിക്കും, ബിന്റെ ഐഗൻ സ്റ്റേറ്റ് വേറെ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ഗിവൺ സ്പേസ് ഉണ്ടെങ്കിൽ ആ സ്പേസിൽ ഒരു ആർബിട്രറി സ്റ്റേറ്റ് എടുത്താൽ അതിനെ നമുക്ക് എയുടെ ഐഗൻ ബേസിസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, ബിയുടെ ഐഗൻ ബേസിസിൽ എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. രണ്ടും എന്താണ്? ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ എയും ബിയും കമ്മ്യൂട്ടിംഗ് ആണെങ്കിൽ എയുടെ ഐഗൻ ബേസിസ് തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത്? ബിന്റെയും ഐഗൻ ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചേഞ്ച് ഓഫ് ബേസിസിന്റെ അടിസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ അതിന്റെ ആവശ്യകത വരുന്നത് എന്താണ്? എയും ബിയും ഇൻകോമ്പാക്റ്റബിൾ ഒബ്സർവർ ആയിരിക്കുന്ന കേസിലാണ്. കോമ്പാക്റ്റബിൾ ഒബ്സർവർ ആണെങ്കിൽ എയുടെ ഐഗൻ സ്റ്റേറ്റ് തന്നെയായിരിക്കും ബിയുടെ ഐഗൻ ബേസിസ്. അപ്പോൾ ഒരു ബേസിസിൽ നിന്ന് മറ്റൊരു ബേസിസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് ഇൻകോമ്പാക്റ്റബിൾ ഒബ്സർവേഴ്സ് ഒരുപാടുണ്ട്. എക്സ് പി എക്സ്, എക്സ് എക്സ് എസ് വൈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നിന്റെ ബേസിസും എക്സ് എക്സിന്റെ ബേസിസും എസ് വൈന്റെ ബേസിസും ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ബേസിസിൽ നിന്ന് മറ്റൊരു ബേസിസിലേക്ക് എങ്ങനെയാണ് പോകുന്നത്, അതിന്റെ റിലേഷൻ ഡിഫറെന്റ് ബേസിസുകൾ തമ്മിൽ എങ്ങനെ മാറ്റാം,
പിന്നെ കൂടാതെ ഒരു ബേസിസിൽ ഒരു ഓപ്പറേറ്റർ ഒരു രീതിയിലായിരിക്കും, മറ്റൊരു ബേസിസിൽ വേറെ രീതിയിലായിരിക്കും. അതെങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ഒരു ഐഡിയ നമുക്ക് വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഐഡിയ ആണ് ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ചേഞ്ച് ഓഫ് ബേസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒബ്സർവേഴ്സ് ഇൻകോമ്പാക്റ്റബിൾ ആണെന്നുള്ളതാണ്. ഇൻകോമ്പാക്റ്റബിൾ ആണെങ്കിൽ ഡിഫറെന്റ് സെറ്റ് ഓഫ് ബേസിസുകൾ ഉണ്ടാവും. അപ്പോൾ അവ തമ്മിൽ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് കണക്ട് ചെയ്യേണ്ടി വരും. അതാണ് ഇവിടെ പറയുന്നത്. ചേഞ്ച് ഇൻ ദി ബേസ് കട്ട് ഫ്രം വൺ സെറ്റ് ഓഫ് ബേസിസ് ടു അനദർ സെറ്റ് ഓഫ് ബേസിസ് ഇസ് കോൾഡ് ചേഞ്ച് ഓഫ് ബേസിസ് ഓർ ചേഞ്ച് ഓഫ് റെപ്രസെന്റേഷൻ. അതായത് ബേസ് കറ്റിനെ വൺ സെറ്റ് ഓഫ് ബേസിസിൽ നിന്ന് മറ്റൊരു സെറ്റ് ഓഫ് ബേസിസിലേക്ക് മാറ്റുന്നതിനെയാണ് ചേഞ്ച് ഓഫ് ബേസിസ് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് രണ്ട് രീതിയിലാണ് വിളിക്കാറുള്ളത്. ഒന്ന് ചേഞ്ച് ഓഫ് ബേസിസ് എന്ന് പറയും, ചേഞ്ച് ഓഫ് റെപ്രസെന്റേഷൻ എന്ന് പറയും. ഇപ്പൊ നിങ്ങൾ കുറച്ച് MSc കാരൊക്കെ ആണെങ്കിൽ കുറച്ച് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ തന്നെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും പൊസിഷൻ റെപ്രസെന്റേഷൻ, മൊമെന്റം റെപ്രസെന്റേഷൻ എന്നുള്ള ടേം ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് വരാൻ കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ പൊസിഷൻ എന്ന് പറയുന്ന ഒരു ബേസിസ് ആണ്, മൊമെന്റം എന്ന് പറയുന്നത് വേറൊരു ബേസിസ് ആണ്. അപ്പൊ അത് രണ്ട് ബേസിസ് ആവാൻ കാരണം എന്താണ്, പൊസിഷനും മൊമെന്റും എന്താണ് കമ്മ്യൂട്ട് ചെയ്യുന്നില്ല. കമ്മ്യൂട്ടേറ്റർ XP എന്താണ്, IH ക്രോസ് ആണ്, നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ പൊസിഷന്റെ ഐഗൻ ബേസിസ് വേറെ ആയിരിക്കും, മൊമെന്റത്തിന്റെ ഐഗൻ ബേസിസ് വേറെ ആയിരിക്കും. അപ്പൊ രണ്ട് ബേസിസും തമ്മിൽ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് തമ്മിൽ കണക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ബേസിസിൽ നിന്ന് മറ്റൊരു ബേസിസിലേക്ക് പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് ബേസിസ് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് റെപ്രസെന്റേഷൻ. ആ ഒരു കേസിലാണ് പൊസിഷൻ റെപ്രസെന്റേഷൻ, മൊമെന്റം റെപ്രസെന്റേഷൻ. എങ്ങനെ പൊസിഷൻ റെപ്രസെന്റേഷൻ മൊമെന്റം റെപ്രസെന്റേഷനിലേക്ക് പോവാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അതാണ് ചേഞ്ച് ഓഫ് റെപ്രസെന്റേഷൻ. അപ്പൊ നമ്മളിവിടെ ഡിസ്ക്രീറ്റ് കേസാണ് പറയുന്നത്. The basis in which base cut are given by set cut AI is called A representation. അതായത് എ എന്ന് പറയുന്ന ഓപ്പറേറ്ററിന്റെ ഐഗൻ ബേസിസിൽ കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് എ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു ഒബ്സർവർ ആണോ അതിന്റെ പേരിൽ ആ റെപ്രസെന്റേഷൻ പറയുമ്പോൾ ആ പൊസിഷൻ ആണെങ്കിൽ എക്സിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന എക്സ് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ പൊസിഷൻ റെപ്രസെന്റേഷൻ എന്ന് പറയാം. ഓപ്പറേറ്റർ എയുടെ ഐഗൻ ബേസിസിൽ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നു. മൊമെന്റത്തിൽ കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യാണ് മൊമെന്റം റെപ്രസെന്റേഷൻ എന്ന് പറയുന്നു. അതാണ് ഒരു ഐഡിയ. ഇനി ഒരു തിയറം പറയാം. Given two set of base cut, both satisfying orthonormality and completeness, then there exists a unitary operator U. യൂണിറ്ററി ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ U dagger is equal to U dagger U is equal to identity. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് യൂണിറ്ററി ഓപ്പറേറ്റർ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. Such that ket B1 is equal to U ket A1, ket B2 is equal to U ket A2, etc. ket Bn is equal to U ket An. അതായത് നമുക്ക് രണ്ട് സെറ്റ് ഓഫ് ബേസ് കറ്റ് ഉണ്ട്. ഒന്ന് സെറ്റ് കറ്റ് ഐയും ഒന്ന് സെറ്റ് കറ്റ് ബി ഐയും. രണ്ട് എയുടെ ഐഗൻ സ്റ്റേറ്റും ബിയുടെ ഐഗൻ സ്റ്റേറ്റും. അങ്ങനെ രണ്ട് സെറ്റ് ഓഫ് ബേസ് കറ്റ് ഉണ്ട്. ബോത്ത് സാറ്റിസ്ഫൈ ഓർത്തോ നോർമാലിറ്റി ആൻഡ് കംപ്ലീറ്റ്നെസ്. രണ്ട് ഓർത്തോ നോർമാലിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് സെറ്റ് കറ്റ് ഐയിലെ ഓർത്തോ നോർമാലിറ്റി എന്ന് വെച്ചാൽ ഇന്നർ പ്രൊഡക്റ്റ് IAJ എന്ന് വെച്ചാൽ ഡെൽറ്റ IJ. ഇനി കംപ്ലീറ്റ്നെസ് ആണെങ്കിൽ സമ്മേഷൻ ഓവറായി കറ്റ് ഐ ബ്രാ ഐ ഈക്വൽ ടു ഐഡന്റിറ്റി. എല്ലാ ഇതും തമ്മിൽ ആഡ് ചെയ്ത ഐഡന്റിറ്റി. അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് സെറ്റ് ഓഫ് ബേസിസ് ആണ്. ഒന്ന് എയുടെ ഐഗൻ ബേസിസും ഒന്ന് ബിയുടെ ഐഗൻ ബേസിസും. അങ്ങനെ ഗിവൺ സെറ്റ് ഓഫ് രണ്ട് സെറ്റ് ഓഫ് ഐഗൻ ബേസിസ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും എന്ന് വെച്ചാൽ ഒരു യൂണിറ്ററി ഓപ്പറേറ്റർ U ഉണ്ടാവും. ആ യൂണിറ്ററി ഓപ്പറേറ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ യൂണിറ്ററി ഓപ്പറേറ്റർ എയുടെ ഐഗൻ ബേസിസിലെ ഒരു വെക്ടറിന്റെ മേലെ കെറ്റ് A1ന്റെ മേലെ ആക്ട് ചെയ്ത രണ്ടാമത്തെ ബേസിസിലെ ബിയുടെ ഐഗൻ ബേസിസ് ആയ കെറ്റ് B1 കിട്ടും. ആ യൂണിറ്ററി ഓപ്പറേറ്റർ A2 ആക്ട് ചെയ്ത കെറ്റ് B2 കിട്ടും. യൂണിറ്ററി ഓപ്പറേറ്റർ AN ആക്ട് ചെയ്ത കെറ്റ് BN കിട്ടും. അതായത് യൂണിറ്ററി ഓപ്പറേറ്ററിന്റെ പണി എന്താണെന്ന് വെച്ചാൽ രണ്ട് സെറ്റ് ഉണ്ട്. ഒന്ന് എയുടെ ഐഗൻ ബേസിസ് ആണ്, ഒന്ന് ബിയുടെ ഐഗൻ ബേസിസ് ആണ്. ഈ യൂണിറ്ററി ഓപ്പറേറ്റർ എയുടെ ഓരോ വെക്ടറിന്റെ മേലെ ആക്ട് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബിയുടെ ഓരോ ഐഗൻ വെക്ടേഴ്സ് കിട്ടും. അങ്ങനെ രണ്ടു ബേസിസുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ ആണ് എന്തെന്ന് പറയുന്നത് യൂണിറ്ററി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് സെറ്റ് ഓഫ് ബേസ് കറ്റ് ഉണ്ട്. ബോത്ത് സാറ്റിസ്ഫൈയും ഓർത്തോനോർമാലിറ്റി ആൻഡ് കംപ്ലീറ്റ്നെസ്സും ഓർത്തോനോർമാലിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് സെറ്റ് ഓഫ് ബേസ് കറ്റ്സ് ഉണ്ടെങ്കിൽ അവ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു യൂണിറ്ററി ഓപ്പറേറ്റർ ഉണ്ടാവും. ആ യൂണിറ്ററി ഓപ്പറേറ്റർ ഒരു സെറ്റിലെ ഒരു വെക്ടറിന്റെ മേലെ ആക്ട് ചെയ്താൽ മറ്റൊരു സെറ്റിലെ വേറൊരു വെക്ടർ കിട്ടും. ഓരോ യുണീക്ക് എന്തുണ്ടാവും എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. ഒരു വെക്ടറിനെ മറ്റൊരു ബേസിസിലെ വെക്ടർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. ആ കണക്ട് ചെയ്യുന്ന വെക്ടർ ആണ് എന്തെന്ന് പറയുന്ന ഓപ്പറേറ്റർ ആണ് ഈ യൂണിറ്ററി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന്റെ ഒരു പ്രൂഫ് പോലെ പറയാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമുക്കൊരു ഓപ്പറേറ്റർ നമ്മൾ അങ്ങോട്ട് എടുക്കുക ചെയ്യുന്നത്. സമ്മേഷൻ ഓർ കെ കെറ്റ് ബി കെ ബ്രാ എ കെ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ എടുക്കുന്നു. ഈ ഓപ്പറേറ്റർ ഒരു കെറ്റ് എലിന്റെ മേലെ നമ്മൾ
ആക്ട് ചെയ്യുന്നു, കെറ്റ് എലിന്റെ മേലെ ആക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും കംപ്ലീറ്റ്നെസ്സും ഓർത്തോനോർമാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇന്നർ പ്രൊഡക്റ്റ് ഉണ്ട്, ബ്രാ എ കെ കെറ്റ് എൽ എന്ന് പറയുന്നത്. ഇത് ഡെൽറ്റ കെ എൽ ആണ്. അപ്പോൾ ഡെൽറ്റ കെ എൽ വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സമ്മേഷൻ ഉണ്ട്. നമുക്ക് ഒരു സമ്മേഷൻ നമുക്ക് ചെയ്യാം. ഒരു സമ്മേഷൻ നമ്മൾ കെ എൽ ഉള്ള സമ്മേഷൻ നമ്മൾ ചെയ്താൽ എന്തായിരിക്കും എന്ന് വെച്ചാൽ അവിടെ ഒരു സമ്മേഷനേ ഉള്ളൂ. അത് നമ്മൾ ആ സമ്മേഷൻ നമ്മൾ ചെയ്താൽ നമുക്ക് ഫൈനലി കിട്ടുക കെറ്റ് ബി എൽ ആണ്. അതായത് യു ആക്ടിങ് ഓൺ കെറ്റ് എൽ വിൽ ഗിവ് കെറ്റ് ബി എൽ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതോണത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നു. അതായത് എയിലെ ഒരു വെക്ടറിന്റെ മേലെ ഇതുപോലത്തെ ഒരു ഓപ്പറേറ്റർ യു എന്ന് പറയുന്ന ഈ രീതിയിലുള്ള ഓപ്പറേറ്റർ നമ്മൾ ഡിഫൈൻ ചെയ്ത ഈ രീതിയിലുള്ള സെറ്റ് കെറ്റ് ഐന്റെ മേലെ ഓരോ വെക്ടറിന്റെ മേലെ ആക്ട് ചെയ്താലും ബിയുടെ മറ്റൊരു ഐഗൻ വെക്ടർ തരും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ഇത് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ നമുക്കറിയില്ല ഇത് യൂണിറ്ററി ആണോ എന്ന്. ആ യൂണിറ്ററി ആണോ എന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് ഇതിന്റെ പ്രൂഫായി. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്പറേറ്റർ ഈ ഒരു ആക്ഷൻ തരുന്നുണ്ട്, പക്ഷെ അത് യൂണിറ്ററി ആണോ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് യൂണിറ്ററി ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനെ നമ്മൾ യു എന്ന് പറഞ്ഞു, അതിന് യൂഡാഗർ എടുക്കുന്നു. യൂഡാഗർ എടുക്കാൻ എന്ത് ചെയ്താൽ മതി, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഓർഡർ തിരിച്ചിട്ടാലാണ് എന്ത് യൂഡാഗർ കിട്ടുന്നത്. ഒരു ഔട്ടർ പ്രൊഡക്റ്റിന് അങ്ങനെയാണ്. ഇവിടെ കെറ്റ് ബി കെ ബ്രാ ഒക്കെയാണ് ആദ്യം. ബ്രാ എന്നിട്ട് നമ്മൾ എല്ലിലാണ് സമ്മേഷൻ കൊടുത്തിട്ടുള്ളത്. ബ്രാ എ എൽ കെറ്റ് ബി എൽ എടുത്തു. ഇതാണ് യൂഡാഗർ. ഇനി യു എടുക്കുന്നു. യു എന്ന് വെച്ചാൽ സമ്മേഷൻ ഓർക്കെ ബി കെ കെറ്റ് ബി കെ ബ്രാ ഒക്കെയാണ്. അപ്പൊ ഇവിടെ എന്തുണ്ട്, ഒരു ഇന്നർ പ്രൊഡക്റ്റ് ഉണ്ട് ബി എൽ ബ്രാ ബി എൽ കെറ്റ് ബി കെ എന്ന് പറയുന്നത്. അതൊരു ഡെൽറ്റ കെ എൽ ആണ്. അപ്പോൾ ഇവിടെ രണ്ട് സമ്മേഷൻ വരും. ആ സമ്മേഷൻ ഒരു സമ്മേഷൻ നമ്മൾ ചെയ്യുന്നു, എല്ലിൽ നമ്മൾ സം ചെയ്യുന്നു. അപ്പൊ എല്ലിന് പകരം എന്ത് ചെയ്താൽ മതി, കെ കൊടുത്താൽ മതി. സമ്മേഷൻ ഓവർ കെറ്റ് എ കെ ബ്രാ എ കെ എന്ന് വരും. ഇത് കംപ്ലീറ്റ്നെസ് റിലേഷൻ ആണ്, ഐഡന്റിറ്റി. അതായത് യൂഡാഗർ യു എന്ന് പറയുന്നത് ഐഡന്റിറ്റി കിട്ടി. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ എയുടെ ഐഗൻ സ്റ്റേറ്റിന്റെ മേലെ ആക്ട് ചെയ്തിട്ട് ബിന്റെ ഐഗൻ സ്റ്റേറ്റ് പ്രൊഡ്യൂസും ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ ഇത് യൂണിറ്ററി ആണ്. അപ്പോ യു സിക്കറ്റ് സമ്മേഷൻ ഓവർ കെ കെറ്റ് ബി കെ ബ്രാ എ കെ ഇസ് എ യൂണിറ്ററി ഓപ്പറേറ്റർ ട്രാൻസ്ഫോം കെറ്റ് എ എൽ ടു ബി എൽ. അതായത് കെറ്റ് എ എല്ലിന് ബി എല്ലിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു യൂണിറ്ററി ഓപ്പറേറ്റർ ആണ് യു എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് യൂണിറ്ററി ഓപ്പറേറ്റർ, ട്രാൻസ്ഫോം ചെയ്യുന്ന വെക്ടറിന് ഒരു സെറ്റ് ഓഫ് വെക്ടർ ടു അനദർ സെറ്റ് ഓഫ് വെക്ടറിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന യൂണിറ്ററി ഓപ്പറേറ്റർ ഈ ഒരു ഫോമിലായിരിക്കും. ഇനി the matrix element of the operator u in the old basis get I is, അതായത് യു ഓപ്പറേറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൾഡ് ബേസിസിൽ എക്സ്പ്രസ് ചെയ്യാണ്. ഓൾഡ് ബേസിസ് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് സെറ്റ് ഓഫ് ബേസിസ് ഉണ്ട്. ഒന്ന് സെറ്റ് ഗെറ്റ് എ ഐയും മറ്റൊരു ബേസിസ് സെറ്റ് ഗെറ്റ് ബി ഐയും ആണ്. അപ്പോൾ നമ്മൾ ഓൾഡ് ബേസിസ് എന്ന് പറഞ്ഞിട്ടുള്ളത് സെറ്റ് ഗെറ്റ് എ ഐ തന്നെയാണ്. അപ്പോൾ ഓൾഡ് ബേസിസിൽ നമ്മൾ യുവിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, യുവിനെ മെട്രിക്സ് ഫോമിൽ കാണിക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ് ബ്രാ എ ജെ യു കെറ്റ് എ കെ. ഈ രീതിയിലാണ് മെട്രിക്സ് റെപ്രസെന്റേഷൻ വരുന്നത്. ഇതാണ് മെട്രിക്സ് എലമെന്റ് ഓഫ് യു ഇൻ ദി ഓൾഡ് ബേസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് യു എ കെ എന്ന് പറഞ്ഞാൽ എന്താണ്, കെറ്റ് ബി കെ ആണ്. യു ആക്ടിങ് ഓൺ വെക്ടർ ഇൻ എ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, വെക്ടർ വി വിൽ ഗെറ്റ് അനദർ വെക്ടർ ഇൻ ബി ആണ്. അപ്പോൾ ഇതാണ് ബ്രാ എ ജെ യു കെറ്റ് എ കെ എന്ന് പറഞ്ഞാൽ ബ്രാ എ ജെ കെറ്റ് ബി കെ എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പൊ ദാറ്റ് ഈസ് ദ മെട്രിക്സ് എലമെന്റ് ഓഫ് യു ഓപ്പറേറ്റർ ഈസ് ദി ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ഓൾഡ് ബേസ് ബ്രാസ് ആൻഡ് ന്യൂ ബേസ് കെറ്റ്. അതായത് യു എന്ന് പറയുന്ന ഓപ്പറേറ്ററിന്റെ മെട്രിക്സ് എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇന്നർ പ്രൊഡക്റ്റ് ആണ്. ഇന്നർ പ്രൊഡക്റ്റോ ഇതെന്താണ്, ഓൾഡ് ബേസ് ബ്രാസ് ആണ്. ഇത് ന്യൂ ബേസ് കെറ്റ്, അതായത് ന്യൂ ബേസ് കെറ്റ് ഓൾഡ് ബേസ് ബ്രാസും തമ്മിലുള്ള ഒരു ഇന്നർ പ്രൊഡക്റ്റ് ആണ് എന്ത് എന്ന് പറഞ്ഞാൽ യു എന്ന് പറയുന്ന ഓപ്പറേറ്ററിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ ഇൻ ദി ഓൾഡ് ബേസിസ് എന്ന് പറയുന്നത്. അതായത് പുതിയ വെക്ടറും ഓൾഡ് വെക്ടർ തമ്മിൽ ഒരു ഇന്നർ പ്രൊഡക്റ്റ് ആയിരിക്കും എന്ത് എന്ന് പറയുന്നത്, യു എന്ന് പറയുന്ന ഓപ്പറേറ്ററിന്റെ മെട്രിക്സ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് യു എന്ന് പറയുന്ന ഓപ്പറേറ്ററിന്റെ മെട്രിക്സ് ഫോം നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. മെട്രിക്സ് എലമെന്റ് കിട്ടിയാൽ നമുക്ക് അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് മെട്രിക്സ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റും. ദെൻ ദ യു മെട്രിക്സ് ഇൻ ഓൾഡ് ബേസിസ്. ഓൾഡ് ബേസിസിലെ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, ഇതാണ് മെട്രിക്സ് എലമെന്റ്. അതിനെ നമുക്ക് എങ്ങനെ കാണിക്കാം, ബ്രാ എ ജെ കെറ്റ് ബി കെ. അതായത് ബ്രാ വരുന്നത് ഓൾഡും കെറ്റ് വരുന്നത് മാറ്റേണ്ട ബേസിസ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് കെറ്റായിട്ട് വരുന്നത്. അത് ബ്രാ എന്ന് വെച്ചാൽ റോ വരുന്നതായിരിക്കും, കെറ്റ് എന്ന് വെച്ചാൽ കോളം വരുന്നതായിരിക്കും. അപ്പോൾ യുവിനെ നമുക്ക് എന്ത് കാണിക്കാന്ന് വെച്ചാൽ യു മെട്രിക്സ് എന്ന് വെച്ചാൽ ഈ ഒരു ഫോമിലായിരിക്കും. അതായത് ഓൾഡ് ബേസ് ബ്രാസും ന്യൂ ബേസ് കെറ്റും തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് ആയിരിക്കും. അതായത് നമുക്ക് യു ആണെങ്കിൽ U11 U12 എന്നുള്ള രീതിയിലാണല്ലോ. അപ്പോൾ ബ്രാ A1 കെറ്റ് B1, പിന്നെ ബ്രാ A1 കെറ്റ് B2. ഇത് U11 ഇത് U12. അപ്പൊ U12 എന്ന് വെച്ചാൽ ബ്രാ A1 കെറ്റ് B2 എന്നുള്ള രീതിയിലായിരിക്കും. പിന്നെ ബ്രാ A2 കെറ്റ് B1 ബ്രാ A2 കെറ്റ് B2 അങ്ങനെ എല്ലാ എൻട്രീസും
UN വരെയുള്ള എൻട്രീസ് വരും. ഈ ഒരു ഫോമിലായിരിക്കും എന്തെന്ന് പറയുന്നത് യു മെട്രിക്സ് എന്ന് പറയുന്നത്, which is a transformation matrix from old set get AI to new set get BI basis. ഇതാണ് എന്തെന്ന് പറയുന്നത്. നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമെങ്കിൽ, ഒരു ചേഞ്ച് ഓഫ് ബേസിസ് ചെയ്യണമെങ്കിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു യു മെട്രിക്സ് ഉണ്ട്. ആ യു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഈ യു മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൾഡ് ബേസിസിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ്. ഓൾഡ് ബേസിസിൽ യു മെട്രിക്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും. ഇവിടെ ട്രാൻസ്ഫോർമേഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണ്? സെറ്റ് ഗെറ്റ് എ ഐ നിന്ന് സെറ്റ് ഗെറ്റ് ബി ഐയിലേക്ക്. അങ്ങനെയുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയത്ത് അവിടുത്തെ യു മെട്രിക്സ് ഇതായിരിക്കും. ഇനി കൺസിഡർ ചെയ്യുന്ന ആർബിട്രറി കെറ്റ്. നമ്മളൊരു ആർബിട്രറി കെറ്റ് എടുക്കുകയാണ്. കെറ്റ് ആൽഫ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ കെ കെറ്റ് എ കെ ബ്രാ എ കെ കെറ്റ് ആൽഫ. അതായത് നമ്മൾ ഇതിന്റെ ഫ്രണ്ടിൽ നമ്മൾ ഒരു ഐഡന്റിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതെന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി സമ്മേഷൻ ഓവർ കെ കെറ്റ് എ കെ ബ്രാ എ കെ, അത് ഐഡന്റിറ്റിയാണ്, ഇൻറ്റു കെറ്റ് ആൽഫ എന്ന്. ഹിയർ ബ്രാ എ കെ കെറ്റ് ആൽഫ ആർ ദി എക്സ്പാൻഷൻ കോഫിഷ്യന്റ് ഇൻ ദി ഓൾഡ് ബേസിസ്. ഈ ബ്രാ എ കെ കെറ്റ് ആൽഫ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ കെറ്റ് ആൽഫ എന്ന് പറയുന്നതിന്റെ ഓൾഡ് ഇവിടെ രണ്ട് ബേസിസ് ഉണ്ട്. സെറ്റ് ഗെറ്റ് എ ഐ ഉണ്ട്, സെറ്റ് ഗെറ്റ് ബി ഐ ഉണ്ട്. അപ്പോൾ ബ്രാ എ കെ കെറ്റ് ആൽഫ എന്ന് പറഞ്ഞാൽ കെറ്റ് ആൽഫേന്റെ ഓൾഡ് ബേസിസിലുള്ള എന്താണ് എക്സ്പാൻഷൻ കോഫിഷ്യന്റ് ആണ്. ഇതായിരുന്നു നമ്മൾ സി ഐ, ഇവിടെ സി കെ ആയിരുന്നു വരിക, സി കെ എന്നുള്ള രീതിയിൽ പറയാം. അതായത് ബ്രാ എ കെ കെറ്റ് ആൽഫ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ കോഫിഷ്യന്റിന്റെ ഓൾഡ് ബേസിസ് ആണ്. ഓൾഡ് ബേസിസ് എന്ന് പറഞ്ഞാൽ എയുടെ ബേസിസ് ആണ് നമ്മൾ ഓൾഡ് ബേസിസ് എന്ന് പറഞ്ഞാൽ. ഓൾഡ് ബേസിസിലുള്ള എക്സ്പാൻഷൻ കോഫിഷ്യന്റ് ആണ് ബ്രാ എ കെ കെറ്റ് ആൽഫ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സ്പാൻഷൻ കോഫിഷ്യന്റിന്റെ ന്യൂ ബേസിസ് നമുക്ക് നോക്കാം. എക്സ്പാൻഷൻ കോഫിഷ്യന്റിന്റെ ന്യൂ ബേസിസ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ യൂസിങ്. ന്യൂ ബേസിസിലുള്ള എക്സ്പാൻഷൻ കോഫിഷ്യന്റ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? കെറ്റ് ആൽഫേന്റെ ലെഫ്റ്റിൽ എന്ത് ചെയ്യണം? ബ്രാ ബി ജെ കൊണ്ട് എന്ത് ചെയ്യണം? ബി വെച്ചിട്ടാണ് ന്യൂ ബേസിസ് വരുന്നത്. ന്യൂ ബേസിസ് കൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് എടുക്കണം. അപ്പോൾ ഇതിന്റെ ലെഫ്റ്റിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ബി ജെ കൊണ്ട് ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുന്നു. അപ്പോൾ ഇവിടെയും ആ ഇന്നർ പ്രൊഡക്റ്റ് വരും. സമ്മേഷൻ ഓവർ കെ ബ്രാ ബി ജെ കെറ്റ് എ കെ ബ്രാ എ കെ കെറ്റ് ആൽഫ വരും. ഇനി നമുക്കറിയാം ഇവിടെ ബ്രാ ബി ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ നമുക്ക് നേരത്തെ നമുക്കറിയാം കെറ്റ് ബി കെ എന്ന് വെച്ചാൽ എന്താണ്? അല്ല, കെറ്റ് ബി ജെ എന്ന് പറഞ്ഞാൽ യു ഇൻറ്റു കെറ്റ് എ ജെ ആണ്. അപ്പോൾ ഇവിടെ ബ്രാ ബി ജെ എന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? എ ജെ ഇൻറ്റു യൂഡാഗർ ഇൻറ്റു ബ്രാ എ ജെ, അല്ലെങ്കിൽ ബ്രാ എ ജെ ഇൻറ്റു യൂഡാഗർ എന്നുള്ള രീതിയിലാണ് ബ്രാ ബി ജെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ബ്രാ ബി ജെക്ക് പകരം ബ്രാ എ ജെ ഇൻറ്റു യൂഡാഗർ എന്ന് കൊടുക്കാം, ഇൻറ്റു കെറ്റ് എ കെ ബ്രാ എ കെ കെറ്റ് ആൽഫ എന്നുള്ള രീതിയിൽ വരും. ഈ സംഭവം എന്ന് വെച്ചാൽ ഇതൊരു മെട്രിക്സ് എലമെന്റ് ഓഫ് യൂഡാഗർ ഇൻ ദി ഓൾഡ് ബേസിസ് ഇൻറ്റു എ മെട്രിക്സ് എലമെന്റ് ഇൻ ദി ഓൾഡ് ബേസിസ്. കെറ്റ് ആൽഫേന്റെ ഓൾഡ് ബേസിസിലെ മെട്രിക്സ് എലമെന്റും യു എന്ന് പറയുന്ന യൂഡാഗർ എന്ന് പറയുന്ന ഓപ്പറേറ്ററിന്റെ ഓൾഡ് ബേസിസിലെ റെപ്രസെന്റേഷൻ ആണ് ഇത് റൈറ്റിൽ വരുന്നത്. ലെഫ്റ്റിൽ എന്ന് പറഞ്ഞാൽ ന്യൂ, അതായത് കെറ്റ് ആൽഫ എന്ന് പറയുന്ന വെക്ടറിന്റെ ന്യൂ ബേസിസിലുള്ള എന്താണ് കമ്പോണന്റ് ആണ് വരുന്നത്. അപ്പൊ ഇതിനെ മെട്രിക്സ് ഫോമിൽ നമുക്ക് എന്ത് കാണിക്കാന്ന് വെച്ചാൽ, ഇൻ മെട്രിക്സ് നൊട്ടേഷൻ ദ കോളം മെട്രിക്സ് ഫോർ കെറ്റ് ആൽഫ ഇൻ ദി ന്യൂ ബേസിസ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ബൈ അപ്ലൈയിങ് സ്ക്വയർ മെട്രിക്സ് യൂഡാഗർ ടു ദി കോളം മെട്രിക്സ് ഫോർ കെറ്റ് ആൽഫ ഇൻ ദി ഓൾഡ് ബേസിസ്. അതായത് മെട്രിക്സ് ഫോമിൽ ആദ്യം നമ്മൾ ഈ രീതിയിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ് വരിക. അതായത് ഓൾഡ് ബേസിസിലുള്ള കെറ്റ് ആൽഫ എന്ന് പറയുന്ന ഒരു വെക്ടറിന്റെ ഓൾഡ് ബേസിസിലുള്ള ഒരു കോളം മെട്രിക്സിനോട് യൂഡാഗർ എന്ന് പറയുന്ന ഓൾഡ് ബേസിസിലുള്ള ഒരു സ്ക്വയർ മെട്രിക്സ്, അതായത് ഓൾഡ് ബേസിസിലുള്ള യൂഡാഗർ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ന്യൂ എന്ത് കിട്ടും എന്ന് വെച്ചാൽ ന്യൂ ബേസിസിലുള്ള ഒരു കോളം മെട്രിക്സ് കിട്ടും. അതായത് ഓൾഡ് ബേസിസിലുള്ള ഒരു കോളം മെട്രിക്സിനോട് ഓൾഡ് ബേസിസിലുള്ള ഒരു യൂഡാഗർ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂ ബേസിസിലുള്ള ഒരു കോളം മെട്രിക്സ് കിട്ടും. ഈ രീതിയിലാണ് എന്തെന്ന് പറയുന്നത് വെക്ടർ ട്രാൻസ്ഫോം ചെയ്യുന്നത്. അതായത് കെറ്റ് ആൽഫ എന്ന് പറയുന്ന ഒരു വെക്ടറിനെ ഓൾഡ് ബേസിസ് നിന്ന് പുതിയ ബേസിസിലേക്ക് മാറണമെങ്കിൽ ഓൾഡ് ബേസിസിൽ ഒരു കോളം മെട്രിക്സ് ആദ്യം നമ്മൾ കാണിക്കുക, അതിന്റെ കൂടെ യൂഡാഗർ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, ഒരു ഓൾഡ് ബേസിസിലുള്ള യൂഡാഗർ മെട്രിക്സ് എടുക്കുക, അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പുതിയ ബേസിസിലുള്ള മെട്രിക്സ് കിട്ടും. ഈ രീതിയിലാണ് ഒരു വെക്ടറാണ് ഇവിടെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. കെറ്റ് ആൽഫ എന്ന് പറയുന്ന ഓൾഡ് ബേസിസിലെ ഒരു വെക്ടറിനെ പുതിയ ബേസിസിലെ ഒരു വെക്ടർ ആയിട്ട് മാറ്റാൻ പറ്റും. അതായത് കോളം മെട്രിക്സ് ഓൾഡ് ബേസിസിലെ ഒരു കോളം മെട്രിക്സ് പുതിയ ബേസിസിലെ കോളം മെട്രിക്സിലേക്ക് മാറും. അപ്പൊ ഇങ്ങനെയാണ് മെട്രിക്സ് അല്ലെങ്കിൽ ഒരു വെക്ടർ ട്രാൻസ്ഫോം ചെയ്യുന്നത് ചേഞ്ച് ഓഫ് ബേസിസിൽ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയാൽ മതി.
ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് ഒരു ഓപ്പറേറ്റർ ട്രാൻസ്ഫോം ചെയ്യുന്നതെന്നാണ്. ഒരു ഓൾഡ് ബേസിസിൽ എന്തുണ്ടാവും വെച്ചാൽ ഒരു ആർബിട്രറി ഓപ്പറേറ്റർ എ ഉണ്ടെങ്കിൽ അത് എങ്ങനെ പുതിയ ബേസിസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. The relationship between matrix element in the old basis and the new basis is obtained by using. അതായത് ഓൾഡ് ബേസിസിലെയും ന്യൂ ബേസിസിലെയും ഇത് തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് നോക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ് എന്ന് അറിയുന്ന ഒരു ഓപ്പറേറ്റർ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ബ്രാ ബി കെ എക്സ് കെറ്റ് ബി എൽ ഇതെന്ന് പറഞ്ഞാൽ എക്സ് എന്ന് അറിയുന്ന ഒരു ഓപ്പറേറ്റർ പുതിയ ബേസിസിലുള്ള റെപ്രസെന്റേഷൻ ആണ്. ബി എന്ന് പറയുന്നതാണ് ന്യൂ ബേസിസ്. ആ ന്യൂ ബേസിസിലെ ഒരു മെട്രിക്സ് എലമെന്റ് ആണ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ആ ന്യൂ ബേസിസിലുള്ള മെട്രിക്സ് എലമെന്റ് ഇത് നമ്മൾ ഓൾഡ് ബേസിസുമായിട്ട് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യാൻ പോവാണ്. റിലേറ്റ് ചെയ്യാൻ പോകുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ രണ്ട് കംപ്ലീറ്റ്നെസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എക്സിന്റെ ലെഫ്റ്റിലും റൈറ്റിലും എന്ത് ചെയ്യുന്നു, ഓൾഡ് ബേസിസിലുള്ള കംപ്ലീറ്റ്നെസ്, അതായത് എയുടെ ഐഗൻ ബേസിസിലുള്ള കംപ്ലീറ്റ്നെസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് വെച്ചാൽ കംപ്ലീറ്റ്നെസ് വെച്ചാൽ ബ്രാ ബി കെ ആദ്യട്ടോ പിന്നീട് കംപ്ലീറ്റ്നെസ് കെറ്റ് എ എം ബ്രാ എ എം സമ്മേഷൻ ഓവർ എം, പിന്നെ എക്സിന് ശേഷം വീണ്ടും ഒരു കംപ്ലീറ്റ്നെസ് കെറ്റ് എ എൻ ബ്രാ എ എൻ സമ്മേഷൻ ഓവർ എൻ. രണ്ട് സമ്മേഷൻ നമ്മൾ ഫ്രണ്ടിൽ ഇട്ടു ഇൻറ്റു കെറ്റ് ബി എൽ ഇങ്ങനെ ഇട്ടു. ഇനി നമുക്ക് ഇവിടെ അറിയാം ബ്രാ ബി കെ എന്ന് വെച്ചാൽ എന്താണ്, അത് നമുക്ക് വീണ്ടും എയുടെ ഓൾഡ് ബേസിസിന്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതായത് അതെന്ന് പറഞ്ഞാൽ ബ്രാ എ കെ ഇൻറ്റു യൂഡാഗർ ആണ്. അതായത് കെറ്റ് ബി കെ എന്ന് വെച്ചാൽ യു ഇൻറ്റു കെറ്റ് എ കെ ആയിരുന്നു. അതുപോലെ തന്നെ ബ്രാ ബി കെ എന്ന് പറയുമ്പോൾ ബ്രാ എ കെ ഇൻറ്റു യൂഡാഗർ എന്നുള്ള രീതിയിൽ വരും. ഇവിടെയാണെങ്കിൽ അതുപോലെ തന്നെ ഒരു കെറ്റ് ബി എൽ ഉണ്ട്. കെറ്റ് ബി എൽ എന്ന് പറഞ്ഞാൽ യു ഇൻറ്റു കെറ്റ് എ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പൊ എന്തായെന്ന് വെച്ചാൽ ലെഫ്റ്റിൽ ഉള്ളത് എന്താണ്, എക്സ് ന്യൂ ബേസിസിലാണ്, റൈറ്റിൽ മൊത്തം ഉള്ളത് ഓൾഡ് ബേസിസിലെ കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ മെട്രിക്സ് ഫോമിൽ ഇതിനെ കാണിക്കാം. അപ്പൊ അത് ഇൻ മെട്രിക്സ് നൊട്ടേഷൻ ലെഫ്റ്റിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ എക്സ് പ്രൈം എന്ന് പറയുന്നത്. എക്സ് പ്രൈം എന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ പുതിയ ബേസിസിൽ, അതായത് ബിയുടെ ഐഗൻ ബേസിസിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. റൈറ്റിൽ എന്ന് പറഞ്ഞാൽ യൂഡാഗർ ബ്രാ എക്കെ കെറ്റേയം, അതായത് യൂഡാഗർ എന്ന് പറയുന്നത് ഓൾഡ് ബേസിസിൽ കാണിച്ചിരിക്കുകയാണ്. യൂഡാഗർ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഓൾഡ് ബേസിസിൽ കാണുന്നു. പിന്നീട് എക്സ് എന്ന് പറയുന്നത് നോക്കിക്കോളൂ, എക്സിന്റെ ലെഫ്റ്റിലും റൈറ്റിലും എന്താണ്, ഇത് എക്സ് ഇൻ ഓൾഡ് ബേസിസ് ആണ്. അപ്പോൾ എക്സ് ഓൾഡ് ബേസിസ്, പിന്നെ യു അഗെയിൻ ഓൾഡ് ബേസിസ് ആണ്. അപ്പൊ അതായത് യൂഡാഗർ എക്സ് യു ഇതൊക്കെ എന്താണ്, യൂഡാഗറും എക്സും യു ഒക്കെ ഓൾഡ് ബേസിസിൽ ഉള്ളതാണ്. ഇങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ എക്സ് എന്ന് പറയുന്ന ഒരു ഓൾഡ് ബേസിസിൽ ഒരു ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ പുതിയ ബേസിസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് യു എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്, ഓൾഡ് ബേസിസിനെയും പുതിയ ബേസിസിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റർ ആണ്. ആ ഒരു ഓപ്പറേറ്റർ കണ്ടുപിടിച്ചാൽ അതിന്റെ യൂഡാഗർ എക്സ് യു ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ നമുക്ക് പുതിയ ബേസിസിലുള്ള എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മെട്രിക്സ് കിട്ടും. അപ്പൊ നമ്മളൊരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ബേസിസിലൊക്കെ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഈ എക്സ് എന്ന് പറയുന്നത് എയുടെ ഐഗൻ ബേസിസിലാണ്, അതിനെ ബിയുടെ ഐഗൻ ബേസിസിലേക്ക് മാറ്റണമെങ്കിൽ എനെയും ബിനെയും കണക്ട് ചെയ്ത് ചെയ്യുന്ന ഒരു യു മെട്രിക്സ് ഉണ്ട്. ആ യു മെട്രിക്സ് കണ്ടുപിടിച്ചിട്ട് യൂഡാഗർ എക്സ് യു ചെയ്താൽ എന്ത് കിട്ടും എന്ന് വെച്ചാൽ ആ മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ കിട്ടുന്ന മെട്രിക്സ് എന്തായിരിക്കും എന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്ന ഓൾഡ് ബേസിസ്, അതായത് എയുടെ ഐഗൻ ബേസിസിലുള്ള മെട്രിക്സിന് പകരം ബിയുടെ ഐഗൻ ബേസിസിലുള്ള എക്സ് മെട്രിക്സ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്നത്. ദിസ് ഈസ് ദ വെൽ നോൺ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ഇൻ മെട്രിക്സ് ആൽജിബ്ര. ഈ ഒരു കാര്യത്തിനെയാണ് നമ്മൾ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ, മെട്രിക്സിൽ നമ്മൾ റെഗുലർ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണ് ബേസിസുകൾ ട്രാൻസ്ഫോം ചെയ്യുക, ബേസിസിൽ ഒരു മെട്രിക്സ് എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ള ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ ഇത്ര മാത്രമേ ഉള്ളൂ. യൂഡാഗർ എക്സ് യു ചെയ്ത ഓൾഡ് ബേസിസിലെ എക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിന് പുതിയ ബേസിസിലെ ഒരു ഓപ്പറേറ്റർ ആയിട്ട് കിട്ടും, ഒരു മെട്രിക്സ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം, ഐഗൻ ബേസിസ് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഫേമസ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഓപ്പറേറ്ററിന്റെ കാര്യം തന്നെ നോക്കാം. നമുക്ക് എസ് എക്സ് എക്സ് വൈയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഐഗൻ ബേസിസുകൾ എങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അതായത് ചേഞ്ച് ഓഫ് ബേസിസ്, ഐഗൻ ബേസിസ് ഓഫ് എക്സ് എക്സ് ആൻഡ് എസ് സെഡ് ആണ്. കൺസിഡർ എസ് സെഡ് ഓപ്പറേറ്റർ വിത്ത് ഐഗൻ സ്റ്റേറ്റ് കെറ്റ് 0 ആൻഡ് കെറ്റ് 1 ആൻഡ് എസ് എക്സ് വിത്ത് ഐഗൻ സ്റ്റേറ്റ് കെറ്റ് പ്ലസ് ആൻഡ് കെറ്റ് മൈനസ്. അതായത് നമ്മൾ രണ്ട് ഓപ്പറേറ്റർ പഠിച്ചിട്ടുണ്ട്, എസ് സെഡും എസ് എക്സും. അപ്പൊ ഇത് രണ്ടും എന്താണ്, നമ്മൾ നേരത്തെ അറിയാം, ഇവിടെ എസ് സെഡിന്റെ ഐഗൻ ബേസിസ് ആണ് കെറ്റ് 0യും കെറ്റ് 1ഉം, എസ് എക്സിന്റെ ഐഗൻ ബേസിസ് കെറ്റ് പ്ലസും കെറ്റ് മൈനസും ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എസ് എക്സും എസ് സെഡും കമ്മ്യൂട്ടിംഗ് അല്ല.
ഇത് കമ്മ്യൂട്ടിംഗ് ആണെങ്കിൽ ഇത് രണ്ടും സെയിം ഐഗൻ സ്റ്റേറ്റ് ആവുമായിരുന്നു. എസ് സെഡും എസ് എക്സും കമ്മ്യൂട്ടിംഗ് അല്ല. കമ്മ്യൂട്ടേറ്ററോ എസ് എക്സ് എസ് വൈ അല്ലെങ്കിൽ എസ് സെഡ് എസ് എക്സ് എന്ന് പറയുന്നത് ഇത് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് തന്നെ രണ്ടിന്റെ ഐഗൻ സ്റ്റേറ്റ് എന്താണ്? ഡിഫറെന്റ് ആണ്. ഒന്നിന്റെ ഐഗൻ സ്റ്റേറ്റ് get 0 get 1 ആണ്, മറ്റൊന്നിന്റെ get പ്ലസ് get മൈനസ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ രണ്ടിന്റെ ഐഗൻ സ്റ്റേറ്റ് ഡിഫറെന്റ് ആയതുകൊണ്ട് നമുക്ക് ചേഞ്ച് ഓഫ് ബേസിസ് ഒക്കെ നടത്താൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ദ സെറ്റ് ഓഫ് ഐഗൻ സ്റ്റേറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോം ഫ്രോം വൺ ടു അനദർ ബൈ യൂസിങ് എ യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ. രണ്ട് ഐഗൻ ബേസിസും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒരു യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ടാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് get 0 get 1 നമുക്ക് get പ്ലസ് get മൈനസ് എന്ന് പറയുന്ന ബേസിസിലേക്ക് മാറ്റാം. എങ്ങനെ? ഒരു യൂണിറ്ററി ട്രാൻസ്ഫോർമേഷൻ യു ഉപയോഗിച്ചിട്ട്. വേർ യു ഈക്വൽ ടു യു എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എവിടുന്ന് അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അതായത് ഓൾഡ് ബേസിസ് ആണ് get 0 get 1, ന്യൂ ബേസിസ് ആണ് get പ്ലസും get മൈനസും. അപ്പോൾ ഓൾഡ് ബേസ് ബ്രാസും ന്യൂ ബേസ് കെറ്റും തമ്മിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് ആയിരിക്കും എന്ത്? യു എന്ന് പറയുന്നത്. അപ്പോൾ ഓൾഡ് ബേസ് ബ്രാ, അതായത് ബ്രാ 0 get പ്ലസ്, ന്യൂ കെറ്റ് എന്ന് പറഞ്ഞാൽ get പ്ലസ് ആണ്. പിന്നെ ബ്രാ 0 get മൈനസ്. പിന്നെ അടുത്ത റോയില് അടുത്ത വെക്ടർ എടുക്കുന്നു, ഓൾഡിലെ അടുത്ത വെക്ടർ എടുക്കുന്നു, ബ്രാ 1 get പ്ലസ്, ഇനി ബ്രാ 1 get മൈനസ്. ഈ രീതിയിലുള്ള ഒരു ഇതായിരിക്കും എന്തെന്ന് പറയുന്നത് യു മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതാണ് യു മെട്രിക്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡെഫിനിഷൻ പ്രകാരം തന്നെ ഇതാക്കി. അപ്പൊ ഇനി ഇത് ഈ get 0 ബ്രാ 0 get 0 ബ്രാ 1 അല്ലെങ്കിൽ get 0 get 1 get മൈനസ് get പ്ലസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണെന്നുള്ളത്. അപ്പൊ അത് നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് ഈ ഒരു മെട്രിക്സ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ അതായത് ബ്രാ 0 get പ്ലസ് ആണ്. ബ്രാ 0 എന്ന് വെച്ചാൽ റോ മെട്രിക്സ് 1 0 ആണ്. get പ്ലസ് എന്ന് വെച്ചാൽ 1/√2 1 1 ആണ്. അപ്പൊ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ 1/√2 കിട്ടും. അതുപോലെ ബ്രാ 0 get മൈനസ് എന്ന് വെച്ചാൽ 1 0 get മൈനസ് എന്ന് വെച്ചാൽ 1/√2 1 മൈനസ് 1 ആണ്. അപ്പൊ 1/√2 കിട്ടും. അതുപോലെ തന്നെ ബ്രാ 1 get പ്ലസും കിട്ടും, ബ്രാ 1 get മൈനസും മൈനസ് 1/√2 കിട്ടും. അപ്പൊ ഈ 4 എൻട്രി കിട്ടിയാൽ നമുക്ക് യു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാം. യു മെട്രിക്സ് എന്ന് പറയുന്നത് ഇതായിരിക്കും, 1/√2 into 1 1 1 minus 1. ഇതാണ് യു മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ യു മെട്രിക്സ് ആണ് ഇവിടെ എല്ലാം 0 get 1 നിന്ന് get പ്ലസ് get മൈനസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന, ഈ സെറ്റ് ഓഫ് ബേസിസിനെ പുതിയ സെറ്റ് ഓഫ് ബേസിസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന യൂണിറ്ററി മെട്രിക്സ് ഇതാണ്. ഇനി നമുക്ക് എന്ത് നോക്കാന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ പുതിയ ബേസിസ് തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത് നോക്കാം. Then this state get plus can be expressed in terms of get 0 and get 1. നമുക്ക് get പ്ലസിനെയും get 0ന്റെയും get 1ന്റെയും ടേമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ get പ്ലസ് എടുക്കുന്നു, അതിന്റെ റൈറ്റിൽ എന്ത് ചെയ്യുന്നു, അതിന്റെ ലെഫ്റ്റിൽ നമ്മൾ ഒരു ഐഡന്റിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഐഡന്റിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന് നമ്മൾ ഏതിൽ ഐഡന്റിറ്റി ആണെന്ന് വെച്ചാൽ get പ്ലസ് പറഞ്ഞാൽ എങ്ങനെയാണ് get 0 get 1 ആയിട്ട് കണക്ട് ചെയ്യുന്നതെന്നാണ് നോക്കേണ്ടത്. അതുകൊണ്ട് ഓൾഡ് ബേസിലെ, അതായത് get 0ന്റെയും get 1ന്റെയും ടേമിലെ ഐഡന്റിറ്റിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ get പ്ലസ് ഐഡന്റിറ്റി ഇൻറ്റു get പ്ലസ്. അപ്പൊ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ get 0 ബ്രാ 0 ഇൻ പ്ലസ് get 1 ബ്രാ 1 ഇൻറ്റു എന്ത് get പ്ലസ് കിട്ടും. അപ്പൊ ഈ രണ്ടിന്റെ മേലെ എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടേണ്ടത് എന്താണ്, ബ്രാ 0 get പ്ലസ്. ബ്രാ 0 get പ്ലസ് എന്ന് വെച്ചാൽ 1/√2 ആണ്. പിന്നെ ബ്രാ 1 get പ്ലസ്, അതും ഈ മെട്രിക്സ് നമുക്ക് നോക്കിയാൽ എന്ത് കിട്ടും, 1/√2 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ get 0 ഇൻറ്റു 1/√2 പ്ലസ് get 1 ഇൻറ്റു 1/√2. അതായത് get പ്ലസ് എന്ന് പറയുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം, get 0ന്റെ get 1ന്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഈ 1/√2 ഔട്ട് സൈഡ് എടുത്താൽ get 0 പ്ലസ് get 1 എന്നുള്ള രീതി കിട്ടും. ഇങ്ങനെയാണ് get പ്ലസിനെ നമ്മൾ get 0ന്റെയും get 1ന്റെയും ടേമിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഏതൊരു വെക്ടറിനെയാണോ ട്രാൻസ്ഫോം ചെയ്യുന്നത് അതിന്റെ ഐഡന്റിറ്റി എന്ത് ചെയ്താൽ മതി, മറ്റേ ബേസിസിലുള്ള ഓൾഡ് ബേസിസിലെ ഐഡന്റിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഈ ടേമുകൾ കണ്ടുപിടിച്ചാൽ മതി. അത് ഈ മെട്രിക്സ് തന്നെ നമുക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കിട്ടും. ഓക്കെ, ഇനി the state get minus can be expressed in terms. ഇതേപോലെ തന്നെ നമുക്ക് get മൈനസിനെ എന്ത് ചെയ്യാൻ പറ്റും, 0 1ന്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം get മൈനസ് എടുക്കുന്നു, അതിന്റെ ലെഫ്റ്റിൽ എന്ത് ചെയ്യുന്നു, ഐഡന്റിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഐഡന്റിറ്റി എന്ന് വെച്ചാൽ get 0 ബ്രാ 0 പ്ലസ് get 1 ബ്രാ 1 ആണ്. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് ഇവിടെയും get 0 ബ്രാ മൈനസ് വേണം, get 1 ബ്രാ 1 get മൈനസ് വേണം. അത് രണ്ടും ഈ മെട്രിക്സിൽ നിന്ന് കിട്ടും. 1/√2 ഒന്ന് മൈനസ് 1/√2 ആണ്. അപ്പൊ get മൈനസ് ഇസ് ഈക്വൽ ടു 1/√2 ഇൻറ്റു get 0 മൈനസ് get 1 എന്നുള്ള രീതിയിൽ കിട്ടും.
അപ്പോൾ കെറ്റ് പ്ലസിനെ നമ്മൾ കെറ്റ് സീറോന്റെയും കെറ്റ് വണ്ണിന്റെയും ടേമിൽ എക്സ്പ്രസ് ചെയ്തു. കെറ്റ് മൈനസിനെ കെറ്റ് സീറോന്റെയും കെറ്റ് വണ്ണിന്റെയും ടേമിലും എക്സ്പ്രസ് ചെയ്തു. The state ket 0 can be expressed in terms of ket plus and ket minus. ഇതേപോലെ കെറ്റ് സീറോന് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ള കെറ്റ് പ്ലസിനെയും കെറ്റ് മൈനസിനെയും കെറ്റ് സീറോന്റെ കെറ്റ് വണ്ണിന്റെ ടേമിലാണ്. നേരെ തിരിച്ചുള്ളത് കെറ്റ് സീറോന് ഇനി കെറ്റ് പ്ലസിന്റെയും കെറ്റ് മൈനസിന്റെയും ടേമിൽ എക്സ്പ്രസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കെറ്റ് സീറോ ഈക്വൽ ടു ഐഡന്റിറ്റി ഇൻറ്റു കെറ്റ് സീറോ. ഇതിനെ കെറ്റ് സീറോന്ന് കെറ്റ് വണ്ണിലേക്ക് പോകാനുള്ളതാണ്. കെറ്റ് സീറോയിൽ നിന്ന് പ്ലസിലേക്കും മൈനസിലേക്കും പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിലുള്ള ഐഡന്റിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഐഡന്റിറ്റി എന്ന് വെച്ചാൽ കെറ്റ് പ്ലസ് ബ്രാ പ്ലസ് കെറ്റ് മൈനസ് ബ്രാ മൈനസ് എന്ന് പറയുന്ന ഐഡന്റിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ബ്രാ പ്ലസ് കെറ്റ് സീറോ എന്നും ബ്രാ മൈനസ് കെറ്റ് സീറോ എന്നാണ്. അത് നമുക്ക് ഈ മെട്രിക്സിൽ നിന്ന് തന്നെ കിട്ടും. ഇതിന്റെ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ കോംപ്ലക്സ് ക്വാണ്ടിറ്റി എടുത്താൽ ഇതിന്റെ തിരിച്ചുള്ള കമ്പൗണ്ട് എടുത്ത് ഇവിടെ റിയൽ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നേരെ ഓർഡർ തിരിച്ചാലും വ്യത്യാസം വരില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അതും 1/√2 കിട്ടും. അപ്പൊ നമുക്ക് 1/√2 ഔട്ട് സൈഡ് കെറ്റ് പ്ലസ് ബ്രാ മൈനസ് എന്നുള്ള രീതി കിട്ടും. അതായത് കെറ്റ് സീറോനെ കെറ്റ് പ്ലസിന്റെയും കെറ്റ് മൈനസിന്റെയും ടേമിൽ ഇവിടെ എന്താ എക്സ്പ്രസ് ചെയ്യുന്നത്? കെറ്റ് സീറോ എന്ന് വെച്ചാൽ SZ ഐഗൻ സ്റ്റേറ്റ് ആണ്. SZ ഐഗൻ സ്റ്റേറ്റിനെ SX ഐഗൻ സ്റ്റേറ്റിന്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാണ്. ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കെറ്റ് വണ്ണിന് എന്ത് കിട്ടും? 1/√2 ഇൻറ്റു കെറ്റ് പ്ലസ് മൈനസ് കെറ്റ് മൈനസ്. അതായത് SZ മറ്റൊരു ഐഗൻ സ്റ്റേറ്റ് ആയ കെറ്റ് വണ്ണിന് SX രണ്ട് ഐഗൻ സ്റ്റേറ്റ് ആയ കെറ്റ് പ്ലസിന്റെയും കെറ്റ് മൈനസിന്റെയും ടേമിൽ എക്സ്പ്രസ് ചെയ്താൽ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്കൊരു മെഷർമെന്റ് കൂടി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇപ്പൊ നമ്മൾ രണ്ട് ഐഗൻ ബേസിസും തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള റിലേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു മെഷർമെന്റ് നമുക്ക് നോക്കാം. മെഷർമെന്റ് ഓഫ് SZ ഇൻ ദി ഐഗൻ ബേസിസ് ഓഫ് SX. അതായത് SXന്റെ ഐഗൻ ബേസിസിൽ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ SZനെ മെഷർ ചെയ്യാൻ പോവാണ്. ആ ഒരു കേസാണ് നമ്മൾ നോക്കുന്നത്. അതായത് SZന്റെ ഐഗൻ ബേസിസ് എന്ന് പറയുന്നതാണ് അതായത് SXന്റെ ഐഗൻ സ്റ്റേറ്റ് ആണ് ഒന്ന് കെറ്റ് പ്ലസും കെറ്റ് മൈനസും. അതായത് SXന്റെ ഐഗൻ സ്റ്റേറ്റിൽ SZനെ മെഷർ ചെയ്യാൻ പോവാണ്. അതായത് നമ്മുടെ ഗിവൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കെറ്റ് പ്ലസ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു ഗിവൺ സ്റ്റേറ്റിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ഒബ്സർവർ മെഷർ ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഗിവൺ സ്റ്റേറ്റിനെ മെഷർ ചെയ്യേണ്ട ഇതിന്റെ ഐഗൻ സ്റ്റേറ്റിൽ എക്സ്പാൻഡ് ചെയ്യണം. ആദ്യം കെറ്റ് പ്ലസിനെ എന്ത് ചെയ്യണം? അതായത് ഇനീഷ്യലുള്ള സ്റ്റേറ്റ് കെറ്റ് പ്ലസ് ആണ്. അതിനെ SZന്റെ ഐഗൻ സ്റ്റേറ്റ് ആയ കെറ്റ് സീറോന്റെയും കെറ്റ് വണ്ണിന്റെയും ടേമിൽ എക്സ്പാൻഡ് ചെയ്യണം. അതാണ് നമ്മൾ തൊട്ട് മുമ്പിലത്തെ രണ്ട് സ്ലൈഡിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. കെറ്റ് പ്ലസിന് നമ്മൾ കെറ്റ് സീറോന്റെയും കെറ്റ് വണ്ണിന്റെയും ടേമിൽ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത് വെച്ചാൽ 1/√2 ഇൻറ്റു കെറ്റ് സീറോ പ്ലസ് കെറ്റ് വൺ എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു എക്സ്പാൻഡ് ചെയ്താൽ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മെഷർമെന്റ് നടത്താം. അതായത് മെഷർമെന്റ് നടത്തിയ വെൻ വി മെഷർ SZ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഏത് ഐഗൻ വാല്യൂ കിട്ടും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്തേ പറയാൻ പറ്റുള്ളൂ? പ്രോബബിലിറ്റി മാത്രമേ പറയാൻ പറ്റുള്ളൂ ഓരോ മെഷർമെന്റിലെയും. അപ്പൊ നമുക്ക് രണ്ട് ഐഗൻ വാല്യൂ ആണ് കിട്ടുക. അതായത് SZ മെഷർ ചെയ്താൽ ഒന്ന് h×2 പ്ലസ് h×2 അല്ലെങ്കിൽ മൈനസ് h×2. പ്ലസ് h×2ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് കെറ്റ് സീറോ. മൈനസ് h×2ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് കെറ്റ് വൺ. അതിന്റെ കോയിഷ്യന്റുകൾ 1/√2 ആണ്. രണ്ടിനും സെയിം കോയിഷ്യന്റ് ആണ്. അപ്പൊ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദി ഐഗൻ വാല്യൂ പ്ലസ് h×2 ആണെങ്കിൽ കെറ്റ് സീറോന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോയിഷ്യന്റ് നോക്കുക 1/√2. അതിന്റെ മോഡുലസ് സ്ക്വയർ 1/√2 ഹോൾ സ്ക്വയർ വെച്ചാൽ 1/2. ഹാഫ് പ്രോബിലിറ്റി ആണ് എന്ത്? കെറ്റ് സീറോ അതായത് പ്ലസ് h×2 കിട്ടാനുള്ളത്. ഇനി ഇതേ സ്റ്റേജിൽ മൈനസ് h×2 കിട്ടാനുള്ളത് എന്ന് വെച്ചാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ സ്റ്റേറ്റ് ആണ് കെറ്റ് വൺ. അതിന്റെ കോയിഷ്യന്റ് 1/√2. അതിന്റെ മോഡുലസ് സ്ക്വയർ അതും എന്തായിരിക്കും? ഹാഫ് പ്രോബിലിറ്റി ആയിരിക്കും. അതായത് കെറ്റ് പ്ലസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? SZ മെഷർ ചെയ്താൽ നമുക്ക് എന്താ ഈക്വൽ പ്രോബിലിറ്റി ആയിരിക്കും h×2 മൈനസ് h×2 കിട്ടാൻ. അപ്പ് സ്പിൻ ഡൗൺ സ്പിൻ കിട്ടാൻ ഈക്വൽ പ്രോബിലിറ്റി ആയിരിക്കും. അതേപോലെ ഇൻ ദി സ്റ്റേറ്റ് കെറ്റ് മൈനസിലാണെങ്കിൽ, ഇതിന് പകരം കെറ്റ് മൈനസിലാണ് നമ്മൾ SZ മെഷർ ചെയ്യുന്നതെങ്കിൽ ആദ്യം കെറ്റ് മൈനസിന് എന്ത് ചെയ്യുക? SZന്റെ ഐഗൻ ബേസിസിൽ എക്സ്പാൻഡ് ചെയ്യുക 1/√2 ഇൻറ്റു കെറ്റ് സീറോ മൈനസ് കെറ്റ് വൺ. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും, ഓരോന്നിന്റെയും പ്രോബിലിറ്റി പറയാൻ പറ്റും. ഇതിൽ മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? പ്ലസ് h×2 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്ലസ് h×2ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് കെറ്റ് സീറോ. അതിന്റെ കോവിഷ്യന്റ് 1/√2 ഹോൾ സ്ക്വയർ അതും എന്താണ്? ഹാഫ് ആണ്. ഇനി മൈനസ് h×2 കിട്ടാനുള്ള പ്രോബിലിറ്റി കാണണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് കെറ്റ് വൺ. അതിന്റെ കോവിഷ്യന്റ് എന്താണ്? ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പൊ മൈനസ് 1/√2 ആണ്. അപ്പൊ മൈനസ് 1/√2ന്റെ ഹോൾ സ്ക്വയർ, മോഡുലസ് ഹോൾ സ്ക്വയർ ആകുമ്പോൾ എന്ത് കിട്ടും? മൈനസ് അങ്ങ് പോവും. അപ്പോഴും 1/√2 ആണ്. അതായത് കെറ്റ് പ്ലസിലാണെങ്കിലോ കെറ്റ് മൈനസിലാണെങ്കിലോ, അതായത് കെറ്റ് പ്ലസും കെറ്റ് മൈനസും SXന്റെ ഐഗൻ സ്റ്റേറ്റ് ആണ്.
എസ് എക്സിന്റെ ഐഗൻ സ്റ്റേറ്റിൽ എസ് എസ് സെറ്റ് മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഈക്വൽ പ്രോബബിലിറ്റിയിൽ എന്ത് കിട്ടും? പ്ലസ് എച്ച് ക്രോസ് ബൈ ടു മൈനസ് എച്ച് ക്രോസ് ബൈ ടു കിട്ടും. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലാണെങ്കിൽ ഇതുപോലെ ആയിക്കോളണമെന്നില്ല. അതായത് എന്തായാലും എസ് എക്സിന്റെ ഐഗൻ സ്റ്റേറ്റിൽ എസ് എസ് സെറ്റ് മെഷർ ചെയ്താൽ ഈക്വൽ പ്രോബബിലിറ്റിയിൽ എച്ച് ക്രോസ് ബൈ ടു മൈനസ് എച്ച് ക്രോസ് ബൈ ടു കിട്ടും. ഇനി നമ്മൾ നേരെ തിരിച്ചുള്ള കാര്യം, അതായത് മെഷർമെന്റ് ഓഫ് എസ് എക്സ് ഇൻ ദി ഐഗൻ സ്റ്റേറ്റ് ഓഫ് എസ് സെറ്റ്. അതായത് എസ് സെറ്റിന്റെ ഐഗൻ സ്റ്റേറ്റിൽ എസ് എക്സ് മെഷർ ചെയ്താൽ എന്താ സംഭവിക്കുക എന്നുള്ളത്. അതായത് ഇൻ ദി സ്റ്റേറ്റ് കെറ്റ് സീറോ, ആദ്യം നമുക്ക് കെറ്റ് സീറോയിലാണ് സിസ്റ്റം ഉള്ളത് എന്ന് വിചാരിക്കുക. അപ്പോൾ എസ് എക്സ് ആണ് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഈ കെറ്റ് സീറോനെ എസ് എക്സിന്റെ ഐഗൻ സ്റ്റേറ്റിൽ എക്സ്പ്രസ് ചെയ്യണം. എസ് എക്സിന്റെ ഐഗൻ സ്റ്റേറ്റ് ആണ് കെറ്റ് പ്ലസും കെറ്റ് മൈനസും. അതാണ് നമ്മൾ മുമ്പേ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഉപയോഗിച്ചാൽ കെറ്റ് സീറോ എന്ന് പറഞ്ഞാൽ 1/√2 ഇൻറ്റു കെറ്റ് പ്ലസ് പ്ലസ് കെറ്റ് മൈനസ് ആണ്. ഇനി നമുക്ക് മെഷർമെന്റ് നടത്താം. ഇതിൽ നമ്മൾ എക്സ് എക്സ് മെഷർ ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? എസ് എക്സിനും രണ്ട് റിസൾട്ടാണുള്ളത്. ഒന്ന് പ്ലസ് എച്ച് റോസ് ബൈ ടു അല്ലെങ്കിൽ മൈനസ് എച്ച് റോസ് ബൈ ടു. പ്ലസ് എച്ച് റോസ് ബൈ ടു കിട്ടാനുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ കെറ്റ് പ്ലസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഫിഷ്യന്റ് 1/√2, ആ 1/√2ന്റെ ഹോൾ സ്ക്വയർ, അതായത് 1/2. ഇനി കെറ്റ് മൈനസ് എച്ച് റോസ് ബൈ ടു ആണെങ്കിൽ അത് കിട്ടുന്ന സ്റ്റേറ്റ് കെറ്റ് മൈനസ് ആണ്. അപ്പൊ അതിന്റെ കോഫിഷ്യന്റ് 1/√2 ഹോൾ സ്ക്വയർ 1/2, ഹാഫ് പ്രോബബിലിറ്റി തന്നെയാണ് കിട്ടുന്നത്. അതായത് കെറ്റ് സീറോയിലാണെങ്കിൽ, അതായത് എസ് സെറ്റിന്റെ കെറ്റ് സീറോ ഐഗൻ സ്റ്റേറ്റിലാണെങ്കിൽ എസ് എക്സ് മെഷർ ചെയ്താൽ പ്ലസ് എച്ച് റോസ് ബൈ ടു മൈനസ് എച്ച് റോസ് ബൈ ടു ഈക്വൽ പ്രോബബിലിറ്റി, ഹാഫ് പ്രോബബിലിറ്റിയിൽ കിട്ടും. ഇനി കെറ്റ് വണ്ണിലാണെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം? 1/√2 ഇൻറ്റു കെറ്റ് മൈനസ് മൈനസ് കെറ്റ് പ്ലസ് മൈനസ് കെറ്റ് മൈനസ് എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ എസ് എക്സ് മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് റിസൾട്ടാണ് കിട്ടുക. പ്ലസ് എച്ച് ക്രോസ് ബൈ ടു മൈനസ് എച്ച് ക്രോസ് ബൈ ടു. പ്ലസ് എച്ച് ക്രോസ് ബൈ ടു കിട്ടണമെങ്കിൽ അതിന്റെ കോഫിഷ്യന്റ് 1/√2, 1/√2ന്റെ ഹോൾ സ്ക്വയർ ആണെങ്കിൽ 1/2. ഇവിടെ മൈനസ് എച്ച് ക്രോസ് ബൈ ടു കിട്ടുമെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് കെറ്റ് മൈനസ് ആണ്. അതിന്റെ കോഫിഷ്യന്റ് മൈനസ് 1/√2 ആണ്. അതിന്റെ മോഡുലസ് സ്ക്വയർ 1/2. ഇവിടെയും നമുക്ക് ഈക്വൽ പ്രോബബിലിറ്റി, അതായത് കെറ്റ് സീറോയിലും കെറ്റ് വണ്ണിലാണെങ്കിൽ, അതായത് കെറ്റ് സീറോ കെറ്റ് വൺ എന്ന് പറയുന്ന എസ് സെറ്റിന്റെ ഐഗൻ സ്റ്റേറ്റിൽ നമ്മൾ എസ് എക്സ് മെഷർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്ലസ് എച്ച് ക്രോസ് ബൈ ടു മൈനസ് എച്ച് ക്രോസ് ബൈ ടു ഈക്വൽ പ്രോബബിലിറ്റിയിലാണ് കിട്ടുന്നത്. രണ്ട് എസ് സെറ്റിന്റെ ഐഗൻ സ്റ്റേറ്റിലും. മറ്റതിലും അങ്ങനെ തന്നെയായിരുന്നു. അതായത് എസ് സെറ്റിന്റെ എസ് എക്സിന്റെ ഐഗൻ സ്റ്റേറ്റിൽ എസ് സെറ്റ് മെഷർ ചെയ്താലും സെയിം രീതിയിലുള്ള ഈക്വൽ പ്രോബബിലിറ്റിയിലാണ് കിട്ടുന്നത്. ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത്. ഇനിയുള്ള ക്ലാസ്സിൽ നമ്മൾ ഇത് കുറെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടുണ്ട്. ഇനി നമ്മൾ അതായത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകും. ഇതുവരെ നമ്മൾ മെയിൻ ആയിട്ട് ബ്രിഡ്ജ് കോഴ്സിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു കോഴ്സിൽ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ബേസിസിന്റെ കാര്യമില്ല. കണ്ടിന്യൂസ് ബേസിസിൽ നമുക്ക് ആണ് നമ്മുടെ വേവ് ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ വേവ് ഫംഗ്ഷന്റെ കാര്യമൊന്നും ഇവിടെ നമുക്കില്ല. അപ്പൊ നമ്മൾ ഇനി ഡയറക്റ്റ് ആയിട്ട് അടുത്ത ക്വാണ്ടം ഫീച്ചേഴ്സ് ആയിട്ടുള്ള നമുക്ക് ക്വാണ്ടം കമ്പ്യൂട്ടേഷനിൽ ആവശ്യമായിട്ടുള്ള എൻറ്റാങ്കിൾമെന്റിലേക്കൊക്കെയാണ് നമ്മൾ ഇനി പോകുന്നത്. അടുത്ത ക്ലാസ് മുതൽ പോകുന്നുണ്ടാവുക. അപ്പൊ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാത്തവരും ഇതിന് ക്ലാസ്സിന് ശേഷം അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. അറ്റൻഡൻസിന്റെ ലിങ്ക് ഒന്നുകൂടി കൊടുക്കാം. ഒന്നുകൂടി കൊടുക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ? ടീച്ചറെ ആർക്കും ക്വസ്റ്റ്യൻ ഇല്ല എന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ നമുക്ക് അടുത്ത ആഴ്ച? അതെ. ഇനി അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.